ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സിലെ 7ാമത്തെ പാഠഭാഗമായിട്ടുള്ള മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഇംഗ്ലീഷ് മീഡിയമാണ്. മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. അതുമാത്രമല്ല, നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞു. മൈറ്റി മൾട്ടിപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ. ഇവിടെ ഐനിമല ഗവൺമെൻറ് LP സ്കൂൾ ലേണിംഗ് എയ്ഡ് വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ അല്ലേ, കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരൻസും എല്ലാവരും കൂടി എന്തൊക്കെയോ ഉണ്ടാക്കുകയാണ് അല്ലേ. എന്താണ് ഉണ്ടാക്കുന്നത്? ദ ചിൽഡ്രൻ ആൻഡ് ടീച്ചേഴ്സ് ഓഫ് ഐനിമല LP സ്കൂൾ ആർ പ്രിപ്പയറിംഗ് മാത്ത് ബോക്സ്. എന്താണ് അവർ മാത്ത് ബോക്സസ് ആണ് ഉണ്ടാക്കുന്നത്, ടീച്ചേഴ്സും കുട്ടികളും കൂടി ചേർന്നിട്ട്. ദെൻ മേധാസ് മാത്ത് ബോക്സിനെ കുറിച്ചിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സീ ദ ടോക്കൺ ബോർഡ് ഇൻ ദ മാത്ത് ബോക്സ് മേധ മെയ്ഡ്. മേധ തയ്യാറാക്കിയിട്ടുള്ള മാത്ത് ബോക്സിലെ കുറച്ച് ടോക്കൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ലുക്ക് അറ്റ് ദ ടോക്കൺ ബോർഡ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ആ ടോക്കൺ ബോർഡ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ വരിയിലുള്ളത് എത്ര എണ്ണമാണ്? 1 2 3 4 5 6 7 8 എണ്ണമാണുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്പർ എത്രയാണ്? 8 ആണെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് റോയിൽ നോക്കൂ, 1 2 3 4 5 6 7 8. അപ്പോൾ ഇവിടെ 8 ആണ്. തേർഡ് 1 1 2 3 4 5 6 7 8. തേർഡ് വണ്ണിലും 8 ആണ്. അപ്പോൾ അവിടെ എത്ര റോ ആണുള്ളത്? 1 2 3 റോസ് ആണുള്ളത് അല്ലേ. എത്ര നമ്പേഴ്സ് ആണുള്ളത്? ഈ 8 + 8 + 8 അല്ലേ. അതാണ് 8 + 8 + 8. 3 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്. ഹൗ മെനി ടോക്കൺസ് ഇൻ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8നെ നമ്മൾ 3 തവണ കൂട്ടി നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 3 × 8. എന്താണ്? 8നെ 3 തവണ നമ്മൾ ഗുണിച്ച് നോക്കിയാൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോഴും നമുക്ക് ആൻസർ കിട്ടുന്നത് ശരിയായിട്ടായിരിക്കും. എത്രയാണ് അപ്പോൾ ടോട്ടൽ ഉള്ളത്? 3 × 8 എന്ന് പറയുന്നത് 24 ആണ് അല്ലേ. അപ്പോൾ അവിടെ 24 എന്ന് എഴുതി കൊടുക്കുക, ഇവിടെയും 24 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ 24 ടോക്കൺസ് ആണ് മേധ ഉണ്ടാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് വേണം നോക്കൂ, മാധവിൻ്റെ മാത്ത് ബോക്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. മാധവ് മേഡ് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ടോക്കൺ ബോർഡ്. മാധവ് ഉണ്ടാക്കിയിട്ടുള്ളത് വേറൊരു രീതിയിലാണ് ടോക്കൺ ബോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഹൗ മെനി ടോക്കൺസ് ആർ ഇൻ ഇറ്റ്. അപ്പോൾ ഇതിൽ എത്ര ടോക്കൺസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ മാധവ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കൂ, താഴേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. ഇത് എത്ര വരികളുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 8 ആണുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിലും ഉള്ളത് 1 2 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 3യെ നമ്മൾ 8 തവണ കൂട്ടി നോക്കണം. 1 2 3 4 5 6 7 8 തവണ നമ്മൾ 3 കൂട്ടി നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 8 × 3 ചെയ്ത് നോക്കിയാലും മതി. 8 × 3. അപ്പോൾ 3 × 8 എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത് അല്ലേ. 3 × 8 ആയാലും കുഴപ്പമില്ല. ഇനി അതല്ല, 8 റോസ് ഇൻ 3 ടോക്കൺസ് ഇൻ ഈച്ച് ആയാലും കുഴപ്പമില്ല. അഥവാ 8 × 3 ആയാലും കുഴപ്പമില്ല. 3 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. 8 × 3 എന്ന് പറയുന്നതും 24 ആണ്. സോ 3 × 8 and 8 × 3 are 24, റൈറ്റ് അല്ലേ. രണ്ടും എന്താണ് ഉത്തരം കിട്ടുന്നത്? 3 × 8 = 8 × 3 എന്ന് പറയുന്നതാണ്. രണ്ടിൻ്റെയും ആൻസർ എന്ന് പറയുന്നത് 24 തന്നെയായിരിക്കും. അപ്പോൾ ആൻസർ കറക്റ്റ് ആയാൽ മതി, ഏത് വേ ആയാലും ഇവിടെ പ്രശ്നമില്ല. നെക്സ്റ്റ് വണ്ണ് നോക്കൂ, അടുത്തതായിട്ട് See how CU arranged 24 tokens in yet another way. അടുത്തതായിട്ട് നമ്മുടെ CU ആണ് 24 ടോക്കൺസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത്? 8 എണ്ണത്തിനെ ഒരു കാറ്റഗറി ആക്കി അല്ലേ, ഒരു വരിയിലാക്കി. അടുത്ത 8 എണ്ണം വേറെ ഒന്നിലാക്കി, അടുത്ത 8 എണ്ണം വേറെ ഒന്നിലാക്കി. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ 8 എണ്ണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഇതേപോലെ 8 കാറ്റഗറൈസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരെണ്ണം നോക്കുകയാണെങ്കിൽ 2 × 4 എന്നുള്ള കാറ്റഗറിയിൽ വരും. ഇതിലെന്തുണ്ട്? 4 എണ്ണമാണുള്ളത്, 2 ബോക്സസ് ആണുള്ളത്. അതുകൊണ്ട് 2 × 4 എന്നുള്ളത് നമ്മൾ 3 ടൈംസ് ഗുണിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ 3 × 8 എന്ന് പറയുന്നതും 3 × 8 എന്ന് പറയുന്നത് 3 × 2 × 4 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അല്ലെങ്കിൽ 3 × 2 × 4 എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്താണുള്ളത്? 3 ടൈംസ് ആണുള്ളത് അല്ലേ.
3 ടൈംസ് എന്ത് വന്നു 2 ഇൻറ്റു 4 വന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി 3 ഇൻറ്റു 2 ഇൻറ്റു 4 ചെയ്ത് നോക്കിയാൽ മതി. അതും ഇതും എന്താണ് ഈക്വൽ ആയിരിക്കും. ഇനി 24 ടോക്കൺസ് ക്യാൻ ബി അറേഞ്ച്ഡ് ലൈക്ക് ദിസ് ഓൾസോ റൈറ്റ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും 24 ടോക്കൺസിനെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ എന്താ ചെയ്തിട്ടുള്ളത് 6 എണ്ണത്തിനെ ഓരോന്നും വരിയിലാക്കി അല്ലെ 4 വരിയിലാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തായിട്ട് മാറി 4 ഇൻറ്റു 6 ആയിട്ട് മാറി അല്ലേ 4 ഇൻറ്റു 6 എന്നുള്ളതിലേക്ക് മാറി. ഇനി ഇവിടെ എന്ത് ചെയ്തു അതിനെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ചെറുതാക്കുകയാണ് ചെയ്തത്. 4 എണ്ണം ഓരോ കാറ്റഗറൈസ് ആയിട്ട് മാറ്റി. അപ്പോൾ 4 എണ്ണം ഒരു ബോക്സിലാകുമ്പോൾ ഇവിടെ എത്ര എണ്ണമാണുള്ളത് ഇവിടെ 3 എണ്ണത്തിൻ്റെ ടോക്കൺസ് 4 എണ്ണത്തിലാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം 4 ഇൻറ്റു 3 എന്ന് പറയാം. ഇവിടെ ഇത് 2 പ്രാവശ്യം വന്നതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും 2 ഇൻറ്റു 4 ഇൻറ്റു 3 എന്ന് പറയുന്നതും 4 ഇൻറ്റു 6 എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, രണ്ടിൻ്റെയും ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും സെയിം തന്നെയായിരിക്കും. ഇനി താഴെ കൊടുത്തിട്ടുണ്ട് if there are 4 rows in 8 tokens in each, how many tokens are there in all? ഇനി 8 എണ്ണം വീതമുള്ള 4 വരിയായി കഴിഞ്ഞാൽ അവിടെ ആകെ എത്ര ടോക്കൺ ഉണ്ടായിരിക്കും 8ന് നമ്മൾ എന്ത് ചെയ്യണം 4 പ്രാവശ്യം ആഡ് ചെയ്യണം അല്ലേ 1 2 3 4 ടൈംസ് നമ്മൾ ആഡ് ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം 4 ഇൻറ്റു 8 ചെയ്ത് നോക്കാം. 4 ഇൻറ്റു 8 എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, 4 ഇൻറ്റു 8 ഈക്വൽ ടു 32. ഇനി 4 ഇൻറ്റു 8 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ് 2 ഇൻറ്റു ഇനി 8 കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി 4 ഇൻറ്റു 4 ചെയ്താൽ മതി. അപ്പോൾ 2 ഇൻറ്റു 4 ഇൻറ്റു 4ന് ഈക്വൽ ആണ്. ഇനി വാട്ട് അബൌട്ട് 6 റോസ് വിത്ത് 8 ടോക്കൺസ് ഇൻ ഈച്ച്. ഇനി 8 എണ്ണം വീതമുള്ള 6 റോസ് ആണെങ്കിൽ അവിടെ എത്രയായിരിക്കും 32ൻ്റെ കൂടെ നമ്മൾ എന്തും കൂടെ കൂട്ടി നോക്കിയാൽ മതി അവിടെ കൂട്ടുകാരെ. അവിടെ 6 എണ്ണം എന്ന് പറയുമ്പോൾ 8 ടോക്കൺസ് 2 എണ്ണത്തിലും കൂടെ വരും അല്ലേ. അപ്പോൾ എത്രയായി 16 ആയിട്ട് മാറി. അപ്പോൾ 32 + 16 ചെയ്ത് നോക്കിയാൽ മതി. എത്ര കിട്ടും 48 എന്ന് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ 6 ഇൻറ്റു 8ൻ്റെ കൂടെ എന്ത് കൂടെ കൂട്ടുക 2 ഇൻറ്റു 4 ഇൻറ്റു 6ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 48 തന്നെയായിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ എ റെക്റ്റാങ്കിൾ വിത്ത് ടോക്കൻസ് എന്നുള്ളതാണ്. ശ്രവ്യാസ് ടോക്കൺ ബോർഡ്. ഇവിടെ ശ്രവ്യയുടെ ടോക്കൺ ബോർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് മനസ്സിലാക്കാം. 1 2 3 4 5 6 7 8 എണ്ണാണ് ഉള്ളത് അല്ലേ. ഇനി ഇങ്ങോട്ട് നോക്കൂ വരി 1 2 3 4 5 6 8 7 8 9 10 11 സോറി 1 2 3 4 5 6 7 8 9 10 11 12 എണ്ണമാണ് ഉള്ളത്. ഹൗ മെനി ടോക്കൻസ് ആർ ദർ ഇൻ ദ പിക്ചർ. ഇതിൽ എത്ര എണ്ണം ഉണ്ടായിരിക്കും ടോക്കൻസ് 8 എണ്ണം ഇങ്ങോട്ടും 12 എണ്ണം റോ ആയിട്ടും പോകുന്നുണ്ട് അല്ലേ. സോ 12 കോളംസ് വിത്ത് 8 ടോക്കൻസ് ഇൻ ഈച്ച് എന്നുള്ളതാണ്. സോ ഹൗ അബൌട്ട് സ്പ്ലിറ്റിംഗ് 12 കോളംസ് ഇൻ 10 and 2. അപ്പോൾ നമുക്കിത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, കാരണം നമുക്ക് 10 വരെയുള്ള മൾട്ടിപ്ലിക്കേഷനെ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി നോക്കാം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് നമ്മളത് ചെയ്യേണ്ടത് കൂട്ടുകാരെ? നമ്മൾ 10 എണ്ണമുള്ള ഒരെണ്ണത്തിനെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. ഓക്കെ, ഇതിൽ 10 ആണുള്ളത്, ഇതെണ്ണത്തിൽ എന്താണുള്ളത് 2 ആണുള്ളത്. അപ്പോൾ ടോക്കൺ ഇൻ കോളം 10-ലുള്ളതിൽ ഈ 10-ലുള്ളതിൽ എത്ര കോളംസ് ആണുള്ളത് 8 കോളംസ് ആണ് ഉണ്ടായിരിക്കുക അല്ലേ. നമ്പർ ഓഫ് കോളംസ് എത്രയായിരിക്കും 8 ടോക്കൺസ് ആണ് ഉണ്ടായിരിക്കുക. എത്ര കോളംസ് ഉണ്ടായിരിക്കും 10 ഉണ്ടായിരിക്കും. അഥവാ 8 ഇൻറ്റു 10 എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കിയാൽ മതി. എത്ര കിട്ടും 18 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്ര ടോക്കൺസ് ആണുള്ളത് ഒരെണ്ണത്തിൽ 8 തന്നെയാണ് അല്ലേ. അവിടുന്ന് മുതൽ ഇതുവരെയുള്ളതിൽ 8 ടോക്കൺസ് തന്നെയാണുള്ളത്. നമ്പർ ഓഫ് കോളംസ് 1 2 കോളംസ് ആണുള്ളത്. ഇനി എത്ര ടോക്കൺസ് ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ 8 ഇൻറ്റു 2 ചെയ്താൽ മതി. എത്ര കിട്ടും 16 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 80യും അതുപോലെ തന്നെ ഈ 16 കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് ഓൺ ദ ബോർഡ്. ബോർഡിലെ ടോട്ടൽ നമ്പർ ഓഫ് ടോക്കൺസ് എന്ന് പറയുന്നത് എത്രയാണ് 10 ഇൻറ്റു 8 പ്ലസ് 2 ഇൻറ്റു 8 ആണല്ലേ. 10 ഇൻറ്റു 8 എന്ന് പറയുന്നത് എത്രയാണ് 80 ആണ്. ദെൻ 2 ഇൻറ്റു 8 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 80 പ്ലസ് 16 എന്ന് പറയുന്നത് 96 എന്ന് ആൻസർ കിട്ടും. ഇനി നമുക്ക് ഇതല്ലാതെ എങ്ങനെ നോക്കാൻ വേണ്ടി പറ്റും? നമുക്ക് 12 ഇൻറ്റു 8 ചെയ്ത് നോക്കിയാലും മതി. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 8 ഇൻറ്റു 2 ചെയ്ത് നോക്കുക. 8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 16 ആണ്.
അതിനുശേഷം 8 × 1 ചെയ്യുക. അപ്പോൾ 8 എന്ന് കിട്ടും. നമ്മളിവിടെ 0 ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ 18ഉം 16ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 96 എന്ന ആൻസർ കിട്ടും. വി കാൽക്കുലേറ്റ് വിത്തൗട്ട് ടോക്കൺസ് ലൈക്ക് ദിസ്. ഇനി ടോക്കൺ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഉള്ളത് 8 ആണല്ലേ, ഇങ്ങോട്ട് 10 പോവും, ഇങ്ങോട്ട് 2ഉം പോവും. അപ്പോൾ നമ്മൾ 10 × 8 എന്ന് പറയുന്നത് 80 കിട്ടി, 2 × 8 എന്ന് പറയുന്നത് 16 കിട്ടി. രണ്ടും കൂടെ ആഡ് ചെയ്യുക. 18 + 16 എന്ന് പറയുന്നത് 96 എന്ന് കിട്ടും. To compute 12 × 8, we need only add the number got by multiplying 10 by 8, the number got by multiplying 2 by 8. അപ്പോൾ 12 × 8 എന്ന് കണക്കാക്കാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 8നെ 10നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ആ ഒരു 8നെ തന്നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്കിവിടെ 96 എന്നുള്ള ആൻസറിലേക്ക് എത്തിച്ചേർന്നത്. നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ 13 × 5 നമുക്ക് എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ചെയ്തത് 12 ആയിരുന്നു അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? 18 × 5 ചെയ്യാം. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ആദ്യം 10 × 5 ചെയ്യണം. 10 × 5 എന്ന് പറയുന്നത് 50. 3 × 5 എത്രയാണ്? 15. നമ്മൾ എന്ത് ചെയ്യുക? ഈ 50യും ഈ 15ഉം കൂടെ കൂട്ടി നോക്കുക. എത്ര ആൻസർ കിട്ടും? നമുക്ക് 65 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 23 × 5 ആണ് നോക്കാനുള്ളത്. അപ്പോൾ 23 × 5 ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം 20 × 5 ചെയ്യുക. 20 × 5 എന്ന് പറയുന്നത് 100 ആണ്. ഇനി 3 × 5 എന്ന് പറയുന്നത് 15 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? 100 + 15 ചെയ്ത് നോക്കുക. എത്ര കിട്ടും? 115 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. Then like this represent 14 × 6 and 24 × 3 in your notebook. അപ്പോൾ ആദ്യം നമ്മൾ 14 × 6 ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആദ്യം എന്ത് ചെയ്യണം? 10 × 6 ചെയ്ത് നോക്കുക. എത്രയാണ്? 16 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? 4 × 6 ചെയ്യുക. 4 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. 24. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 16 + 24 ചെയ്ത് നോക്കുക. ആൻസർ നമുക്ക് 84 എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഏതാണ്? 24 × 3 ആണല്ലേ. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 20 × 3 ചെയ്ത് നോക്കുക. 16 പ്ലസ് എന്ത് ചെയ്യണം? പ്ലസ് നമ്മൾ അതിൻ്റെ കൂടെ ഈ 4 × 3യും കൂടെ ചെയ്ത് നോക്കുക. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. ദെൻ 16 + 12 എന്ന് പറയുന്നത് എത്രയാണ്? 72 ആണല്ലേ. അപ്പോൾ 72 എന്ന് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് ആണ് അടുത്തതായിട്ട് നമ്മളടുത്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 8 × 5 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നോക്കാം? 10 × 5 + 8 × 5 ആണല്ലേ. അപ്പോൾ 10 × 5 എന്ന് പറയുന്നത് 50 ആണ്. ദെൻ 8 × 5 എന്ന് പറഞ്ഞാൽ 40 ആണ്. 50 + 40 എന്ന് പറയുന്നത് 90 ആണ്. ഇനി 16 × 5 അതിന് നമുക്ക് എങ്ങനെ നോക്കാം? ആദ്യം 10 × 5 ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള 6 × 5ഉം ചെയ്യണം. 10 × 5 എന്ന് പറയുന്നത് 50 ആണ്. 6 × 5 എന്ന് പറയുന്നത് 30 ആണ്. സോ 50 + 30 എന്ന് പറയുന്നത് 80 എന്ന് കിട്ടും. ദെൻ 13 ഡാഷ് ആണ് അവിടെ. ഇവിടെ നമ്മൾ നോക്കൂ, 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എത്രയാവും വരുന്നത്? 3 ആണ്. ദെൻ 10 × 3 പ്ലസ് ബാക്കി എത്രയാണുള്ളത്? 3 ആണല്ലേ. അപ്പോൾ 3 × 3യും കൂടെ അവിടെ എഴുതി കൊടുക്കുക. 3 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 എന്ന് പറയുന്നത് 9 ആണ്. 10 × 3 എന്ന് പറയുന്നത് 30 ആണ്. 30 + 9 എന്ന് പറയുന്നത് 39 എന്ന് കിട്ടും. നെക്സ്റ്റ് വണ് ഫസ്റ്റ് നമ്പർ കൊടുത്തിട്ടില്ല, പക്ഷേ ഇവിടെ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എത്രയാണുള്ളത്? 10. ഇവിടെ എത്രയാണുള്ളത്? 3 ആണ്. 10ഉം 3യും 13. അപ്പോൾ 13 × 4 ആണ് നമുക്ക് കാണാനുള്ളത്. അതിൽ 10 × 4 എന്ന് പറയുന്നത് 40. ഇവിടെ 40 എന്ന് എഴുതി കൊടുക്കുക. 3 × 4 എന്ന് പറയുന്നത് 12 ആണ്. 40 + 12 എന്ന് പറയുന്നത് 52 ആണ്. ഓക്കെ, 52. ഇനി നെക്സ്റ്റ് വണ്ണ് നോക്കാം. ലാസ്റ്റ് വണ്ണാണ്. അവിടെ 10 × 7ഉം 3 × 7ഉം ആണ്. അപ്പോൾ ഇവിടുത്തെ നമ്പർ എങ്ങനെ എഴുതാം? ഈ 10ഉം 3യും കൂടെ ആഡ് ചെയ്യുക. 13. ദെൻ 7 തന്നെയാണ്. 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് കണക്കാക്കണം? ആദ്യം തന്നെ 10 × 7 മനസ്സിലാക്കണം. 10 × 7 എന്ന് പറയുന്നത് 70. 3 × 7 എന്ന് പറയുന്നത് 21. രണ്ടും കൂടെ കൂട്ടുക. 70 + 21 എന്ന് പറയുന്നത് 91. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിൽ നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വലിയ സംഖ്യകൾ വരുമ്പോൾ ആദ്യം നമ്മൾ 10
കണ്ണുകൊണ്ട് ചെയ്ത് ബാക്കിയുള്ള ബാലൻസിന് നമ്മൾ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈസി ആയിട്ട് ഉത്തരങ്ങൾ ലഭിക്കുന്നതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വണ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് സോ ഈസി എന്നുള്ളതാണ്. മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? വളരെ ഈസി ആണല്ലേ? കൂട്ടുകാർക്ക് ഈസി ആണോ? ഈസി ആണ്. നിങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോ ഉത്തരങ്ങളും കിട്ടുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ക്യാൻ യു കാൽക്കുലേറ്റ് 15 × 30? എന്താണ്? 15 × 30 എങ്ങനെ നമുക്ക് കണക്കാക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും അല്ലേ? 15 × 30 നമുക്ക് എന്ത് ചെയ്യാം? 10 × 30 + 5 × 30 ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 10 × 30 നമുക്ക് അറിയാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ 1 × 3 ചെയ്ത് നോക്കാം. 1 × 3 എന്ന് പറയുന്നത് 3 ആണല്ലേ? പിന്നെ ഇതിൽ എത്ര സീറോസ് ഉണ്ട്? 2 സീറോസ് ആണുള്ളത്. ആ സീറോ ഒരുമിച്ചിടുക. അപ്പോൾ എത്ര കിട്ടി? 300 എന്നുള്ള ഉത്തരം കിട്ടി. നെക്സ്റ്റ് വണ്ണും അതേപോലെ തന്നെ ചെയ്യാം. 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. 15 എഴുതുക. അതിൻ്റെ കൂടെ ഇവിടെ ഒരു സീറോ ആണുള്ളത്. ആ സീറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ 115 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാൻ ഈസി ആണല്ലേ? എത്ര കിട്ടും? 13 + 150 0 5 4 എത്രയാണ്? 450 എന്നുള്ള ആൻസർ കിട്ടും. ഇനി മറ്റേതെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏത് വഴിയാണുള്ളത്? 15 × 3 എന്നുള്ളത് നോക്കുക. 15 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 15 × 30? അപ്പോൾ നമുക്കറിയാം 15 × 3 എന്ന് പറയുന്നത് 45 ആണ്. ഇവിടെ ബാക്കിയുള്ളത് എന്താണ്? ഒരു സീറോയാണ്. ആ സീറോ ഇട്ട് കൊടുക്കുക. 450 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. നെക്സ്റ്റ് വൺ വാട്ട് ഈസ് 14 × 13 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 40 × 30. 4 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് 4 × 3 എന്നുള്ളത് നോക്കിയാൽ മതി. 4 × 3 എന്ന് പറയുന്നത് 12 ആണ്. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ കൂടെ ഈ 2 സീറോയും കൂടെ ഇട്ട് കൊടുക്കാം. 1200 എന്നുള്ള ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ വാട്ട് ഈസ് 70 × 70? 7 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 49 ആണ്. 10 × 10 എന്ന് പറയുന്നത് 100 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 7 × 7 എന്നുള്ള 49 ഇട്ട് കൊടുക്കുക. ഈ ബാക്കിയുള്ള 10 × 10 എന്നുള്ളതിന് 100. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ 2 സീറോ നമ്മൾ കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 70 × 70 എന്ന് പറയുന്നത് 4900 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ. ഇനി നെക്സ്റ്റ് വണ് നൗ ക്യാൻ യു ഡു ദീസ് ഇൻ യുവർ ഹെഡ്? നിങ്ങളെ ഹെഡ് ഉപയോഗിച്ചുകൊണ്ട് അടുത്തത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. 30 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 3 × 3 നമുക്കറിയാം 9 ആണ്. അതിൻ്റെ കൂടെ ഈ ഒരു സീറോ ഇട്ട് കൊടുക്കുക. അപ്പോൾ 90 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് വൺ 60 × 4 ആണല്ലേ? 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. അതിൻ്റെ കൂടെ സീറോ ഇട്ട് കൊടുക്കുക. 240. നെക്സ്റ്റ് വൺ 50 × 3 ആണല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? 5 × 3 എന്ന് പറയുന്നത് 15 ആണ്. അതിൻ്റെ കൂടെ സീറോ ഇട്ട് കൊടുക്കുക. 150 എന്ന് കിട്ടും. 40 × 40 എന്ന് പറയുന്നത് 4 × 4 16 ആണ്. അതിൻ്റെ കൂടെ 2 സീറോ ഇട്ട് കൊടുക്കുക. 2 സീറോ ഉണ്ട്. അപ്പോൾ 1600 എന്നുള്ളതിലേക്ക് എത്തും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണിലേക്ക് പോകാം. ഫിൽ ഇൻ ദ എംപ്റ്റി സ്പേസസ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. 24 എന്ന ആൻസർ കിട്ടണമെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുമെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ. 3 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. പിന്നെ നമുക്കറിയാം 1 കൊണ്ട് 24നെ മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് കിട്ടും? 24 എന്നുള്ളത് കിട്ടും. ഇനി 24 × 1 എന്ന് പറയുന്നതും എന്താണ്? 24 തന്നെയാണ്. പിന്നെ നമുക്ക് എന്ത് എഴുതാം? 4 × 6 എന്ന് പറയുന്നത് എന്താണ്? 24 ആണ്. 8 × 3 എന്ന് പറയുന്നത് 24 ആണ്. പിന്നെ എന്ത് എഴുതാം? 12 × 2 എന്ന് പറയുന്നത് 24 ആണ്. അതുപോലെ തന്നെ ഇതിന് നേരെ തിരിച്ചിട്ട് എഴുതാം. 6 × 4 എന്ന് പറയുന്നത് 24 ആണ്. അതുപോലെ 2 × 12 എന്ന് പറയുന്നത് 24 ആണ്. അപ്പോൾ ഇതൊക്കെ 24 എന്നുള്ളത് ആൻസറായി കിട്ടുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി അടുത്തത് നോക്കൂ. ഇതിനെ തന്നെയാണ് നമ്മൾ വേറെ രൂപത്തിൽ എഴുതാണ്. 3 × 8 എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? 3 × പിന്നെ ഇവിടെ 4 ഉണ്ട്. പിന്നെന്താണ്? 8 കിട്ടണമെങ്കിൽ ഏതൊക്കെ 2 മൾട്ടിപ്ലൈ ചെയ്യണം? 2 × 4 ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ 3 × 2 × 4 എന്ന് എഴുതി കൊടുക്കുക. = 24. ദെൻ 2 × 12 എന്ന് പറയുന്നത് ഏതിനൊക്കെ തുല്യമാണ്? 2 × 4ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 24 കിട്ടുക അല്ലെങ്കിൽ 12 കിട്ടുക? 3 ആണല്ലേ? അപ്പോൾ 2 × 4 × 3 = 24. നെക്സ്റ്റ് വൺ 2 × 12 തന്നെയാണ്. ഇവിടെ 6 ഉണ്ട്. 6ൻ്റെ കൂടെ നമ്മൾ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 12 കിട്ടും അല്ലേ? പിന്നെ ഇവിടെ ബാലൻസ്
ബാലൻസ് എന്താ ഉള്ളത് 2 ആണ്. അപ്പോൾ 2 ഇവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ 2 × 6 × 2 എന്ന് പറയുന്നത് 24 ആണ്. നെക്സ്റ്റ് വൺ 4 × 6 ആണ്. അപ്പോൾ ഇവിടെ 4 തന്നിട്ടുണ്ട്. ഇനി 6 കിട്ടണമെങ്കിൽ ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? 2 × 3 എന്ന് പറയുന്നത് 6 ആണല്ലോ. അപ്പോൾ അവിടെ 2 × 3 എന്ന് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ 3 × 12 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 4 എന്ന് പറയുന്നത് എഴുതി കൊടുക്കാം. അപ്പോൾ 3 × 12 എന്ന് പറയുന്നതിൻ്റെ ആൻസർ എത്രയാണ്? 36 ആണ്. ഓക്കെ, 36 ആണ്. നെക്സ്റ്റ് വൺ 3 × 12 വീണ്ടും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 3 × 12 നമുക്ക് ആൻസർ അറിയാം 36 ആണെന്ന്. അതുകൊണ്ട് നമുക്ക് എഴുതി കൊടുക്കാം. പിന്നെ നമുക്ക് എന്താ 6 ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ നമ്പേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം? 6ൻ്റെ കൂടെ 2 × 6 എന്ന് പറയുന്നത് 12 ആണല്ലേ. ബാക്കി ഏതാ പെൻഡിങ് ഉള്ളത്? 3 ആണ്. അപ്പോൾ 3 × 2 × 6 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ അതവിടെ ജസ്റ്റ് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം. പേജ് നമ്പർ 109 ആണ്. മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദ ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് ഗ്ലാസസ് ഫോർ മിൽക്ക് ഡിസ്ട്രിബ്യൂഷൻ ടു ഐനിമല സ്കൂൾ. ഐനിമല സ്കൂളിലെ കുട്ടികൾക്ക് പാല് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്ലാസ് ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റ് ചെയ്യുകയാണ്. ദെൻ ദർ വർ 21 ബോക്സസ് വിത്ത് ഹാഫ് എ ഡസൻ ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ്. അപ്പോൾ ഒരു പെട്ടിയിൽ 1/2 ഡസൻ ഗ്ലാസ്സുകളാണുള്ളത്. 21 പെട്ടിയാണ് ആകെ കൊടുത്തയച്ചിട്ടുള്ളത്. ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദ സ്കൂൾ ഗെറ്റ്? അപ്പോൾ സ്കൂളിൽ എത്ര ഗ്ലാസ് കിട്ടിയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 ഡസൻ മീൻസ് 12 ആണ്. ഒരു ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. പക്ഷെ ഇവിടെ ഹാഫ് ഡസൻ ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഡസൻ എന്ന് പറയുമ്പോൾ 12ൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 6 എണ്ണമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവിടെ ആകെയുള്ളത് 21 ആണല്ലേ. 21 ആണുള്ളത്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? അതിനെ 6 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നോർമൽ ചെയ്യുന്ന പോലെ ചെയ്യാം. 21 × 6 എന്ന് പറയുന്നത് 1 × 6 എത്രയാണ്? 6 ആണ്. 2 × 6 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 126 എന്നുള്ളതാണ്. ദെൻ ഹൗ ഐ കാൽക്കുലേറ്റഡ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 20 × 6 ചെയ്യാം അല്ലേ. 20 × 6 എത്ര കിട്ടും? 120 കിട്ടും. ദെൻ 1 × 6 എന്ന് പറയുന്നത് 6 കിട്ടും. അതിനുശേഷം 120 + 6 എന്ന് പറയുന്നത് 126 എന്ന് കിട്ടും. ഇനി ഇതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 21നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് 10 × 6 ചെയ്യാം. 10 × 6 16 ആണ്. വീണ്ടും എന്തുണ്ട്? 10 × 6 ആണ്. 10 × 6 16 എന്ന് കിട്ടും. പിന്നെ ഉള്ളത് എന്താണ്? 1 × 6 ആണ്. അപ്പോഴല്ലേ 21 ആവുള്ളൂ. 10ഉം 10ഉം 21 21. അതിനെത്രയാണ്? 6 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ കൂട്ടി നോക്കാം. 16 + 16 + 6 എത്ര കിട്ടും? 126 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആൻസർ കണ്ടെത്താം. ഏത് രീതിയിൽ ആൻസർ കണ്ടെത്തിയോ എന്നുള്ളതല്ല പ്രശ്നം. ആൻസർ കറക്റ്റ് ആയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് താഴേക്ക് പോകാം. ദ ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് 9 ബോക്സസ് വിത്ത് 1 ഡസൻ ഗ്ലാസസ് ഇൻ ഈച്ച് ബോക്സ് ടു പരുവണം സ്കൂൾ. അപ്പോൾ എന്ത് ചെയ്തു? ഗ്രാമപഞ്ചായത്ത് പരുവണം സ്കൂളിലേക്ക് ഇതേപോലെ 1 ഡസൻ ഗ്ലാസ് വീതമുള്ള 9 പെട്ടിയാണ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ഗ്ലാസസ് ഡിഡ് ദേ ഗെറ്റ് ഇൻ ഓൾ? എത്ര ഗ്ലാസ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും? ക്യാൻ യു ഡു ഇറ്റ് ഇൻ യുവർ ഹെഡ്? നിങ്ങളുടെ തല കൊണ്ട് എഴുതാനാണ്, അഥവാ തല കൊണ്ട് എഴുതുക എന്നുള്ളതല്ല, നിങ്ങൾ കണക്ക് കൂട്ടാതെ ജസ്റ്റ് ബ്രെയിൻ വെച്ച് എഴുതാനാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ? നമുക്കറിയാം അവിടെ എന്താണ് സംഭവിക്കുന്നത്. ഒരെണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണല്ലേ. 1 ഡസൻ ആണ് കൊടുത്തയച്ചിട്ടുള്ളത്. അപ്പോൾ 12 × 9 ചെയ്ത് നോക്കിയാൽ മതി. അതിന് നമുക്ക് എന്ത് ചെയ്യാം? 10 × 9 + 2 × 9 ചെയ്യാം. 10 × 9 എന്ന് പറയുന്നത് 90 ആണ്. 2 × 9 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ എത്ര കിട്ടും? 108 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. വളരെ ഈസിയാണ്. പക്ഷേ നിങ്ങൾ ഇതേപോലെ ചെയ്യാതെ നിങ്ങളെ തല വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മൈൻഡിലൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയാലും മതി. നെക്സ്റ്റ് വൺ, എ നമ്പർ മൾട്ടിപ്ലൈ ബൈ 8 gives 120. Then what number do we get in the next number is multiplied by 8? ഒരു സംഖ്യയെ നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിന് എന്ത് കിട്ടും? 120 കിട്ടും. ആ സംഖ്യയെ തൊട്ടടുത്ത സംഖ്യ കൊണ്ട് 8 കൊണ്ട് ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കൂടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഇത് കാണേണ്ടത്? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 120 എന്നതിനെ നമ്മൾ എന്ത് ചെയ്യുക? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 15 എന്നുള്ളത് ആൻസർ കിട്ടും. ഇനി 15നെ
എന്നുള്ള ആൻസർ ആണല്ലേ. അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ ആയിട്ടുള്ള 8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത സംഖ്യ 15 തൊട്ടടുത്ത സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 16 ആണ്. അപ്പോൾ 16 നമ്മൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്? 108 എന്നുള്ളത് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 8 ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ. 8 ഇൻക്രീസ്ഡ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, എ നമ്പർ മൾട്ടിപ്ലൈ ബൈ 4 gives 4172. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈ ബൈ 4? ഒരു നമ്പറിനെ 4 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4172 കിട്ടും. ആ സംഖ്യയുടെ തൊട്ടടുത്ത സംഖ്യയെ 4 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കിട്ടുന്നത് എത്രയാണ്? 4172 ആണല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ 4 കൂട്ടി നോക്കിയാൽ പോരെ. അപ്പോൾ ഏത് നമ്പറാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. ഏത് നമ്പറാണ്? 4172ൻ്റെ കൂടെ 4 കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് 4176 എന്നുള്ള ഉത്തരം കിട്ടും. ഇനി അടുത്തത്, ഒരു എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 7 gives 238. വാട്ട് നമ്പർ ഡു വി ഗെറ്റ് ഇഫ് ദ നമ്പർ ബിഫോർ ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 7? ഇനി ഒരു സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 238 കിട്ടും. ആ സംഖ്യയുടെ തൊട്ട് മുമ്പുള്ള സംഖ്യയെ 7 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ? ഈ ഒരു സംഖ്യയിൽ നിന്നും 7 കുറച്ച് നോക്കണം. 238ൽ നിന്നും 7 മൾട്ടിപ്ലൈ ചെയ്യുക. 231 എന്നുള്ള നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള സംഖ്യ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ 231 ആണ് കിട്ടുന്നത്. മൾട്ടിപ്ലൈ എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ 7 ആഡ് ചെയ്യുമ്പോഴാണല്ലേ. അപ്പോൾ ആ നമ്പർ കിട്ടാൻ വേണ്ടി ഇതിൽ നിന്നും തൊട്ട് മുമ്പുള്ളത് കിട്ടാൻ വേണ്ടി ഇതിൽ നിന്നും 7 കുറക്കുക. തൊട്ട് അപ്പുറത്തുള്ളത് കിട്ടാനാണെങ്കിൽ ഇതിൽ നിന്നും 7 കൂട്ടി നോക്കുകയും കൂടെ ചെയ്യേണ്ടതാണ്. സോ നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് വണ് ഗ്രാമപഞ്ചായത്ത് എയ്ഡാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, The ഗ്രാമപഞ്ചായത്ത് ഡൊണേറ്റഡ് ന്യൂ ഡെസ്ക് ആൻഡ് ചെയേഴ്സ് ടു മിത്രാസ് സ്കൂൾ. ഗ്രാമപഞ്ചായത്ത് എന്താണ്? മിത്രയുടെ സ്കൂളിലേക്ക് പുതിയ ഡെസ്കുകൾ ഡൊണേറ്റ് ചെയ്യുകയാണല്ലേ. ചെയറുകളും ഉണ്ട്. ദർ വർ 4 ചെയേഴ്സ് ഓഫ് ഫോർ ഈച്ച് ഡെസ്ക്. ഓരോ ഡെസ്കിനും 4 ചെയേഴ്സ് ആണ് ഉള്ളത്. ദ നമ്പർ ഓഫ് ഡെസ്ക് ഗിവൺ ടു ഈച്ച് ക്ലാസ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഓരോ ക്ലാസ്സിലേക്കും കൊടുത്തിട്ടുള്ള ഡെസ്കുകളുടെ എണ്ണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി ഡെസ്ക് ആൻഡ് ചെയേഴ്സ് വേർ ഗിവൺ ഇൻ ഓൾ. അപ്പോൾ ആകെ എത്ര ചെയേഴ്സും ഡെസ്കുമാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 1ാം ക്ലാസ്സിലേക്ക് കൊടുത്തത് 8 ഡെസ്ക് ആണ്. അതുപോലെ തന്നെ 2ാം ക്ലാസ്സിലേക്ക് കൊടുത്തിട്ടുള്ളത് 7 ആണ്. 3ാം ക്ലാസ്സിലേക്ക് 9 ആണ്. ക്ലാസ് 4ലേക്ക് 5 ആണ്. സോ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ഇൻ ഓൾ, ആകെ എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ഓരോന്നും ആദ്യം കൂട്ടി നോക്കണം അല്ലേ. ഡെസ്ക് ആദ്യം എത്ര ഉണ്ടെന്ന് കൂട്ടി നോക്കുക. 1ാം ക്ലാസ്സിലേക്ക് കൊടുത്തിട്ടുള്ള 8, 2ാം ക്ലാസ്സിലേക്ക് കൊടുത്ത 7, 3ാം ക്ലാസ്സിലേക്ക് കൊടുത്ത 9, ദെൻ 4ത്തിലേക്ക് കൊടുത്ത 5. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കൂ, എത്ര കിട്ടും? 29 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഡെസ്ക് നമുക്ക് എത്രയാണെന്ന് മനസ്സിലായി, 29 ആണല്ലേ. ഇനി ചെയർ എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം. അതിനെന്ത് ചെയ്യണം? നമുക്കറിയാം 29 ഡെസ്കിന്, ഓരോ ഡെസ്കിനും 4 ചെയേഴ്സ് ആണുള്ളത്. 29 × 4 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 20 × 4 ചെയ്യാം. ദെൻ പ്ലസ് 9 × 4 ചെയ്ത് നോക്കാം. 20 × 4 എന്ന് പറയുന്നത് 80 ആണ്. 9 × 4 എന്ന് പറയുന്നത് 36 ആണ്. അപ്പോൾ 80 + 36 എന്ന് പറയുന്നത് 116 ആണ്. അപ്പോൾ ആകെ ചെയേഴ്സ് എന്ന് പറയുന്നത് 116 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇതിനെ നമുക്ക് വേറെ ഏതൊക്കെ രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും? ഇപ്പോൾ ഹൗ മൈ ഫ്രണ്ട് കാൽക്കുലേറ്റഡ് എന്ന് കൊടുത്തത് നമുക്ക് വേറൊരു വഴിയിൽ എഴുതാം. എന്ത് ചെയ്യാം? ആദ്യത്തെ 1ാം ക്ലാസ്സിലേക്ക് കൊടുത്ത 8 ഡെസ്ക് ആണല്ലേ. ആ 8 ഡെസ്കിന് 4 ചെയേഴ്സ് കൂട്ടി നോക്കൂ, എത്ര കിട്ടും? 32 എന്ന് കിട്ടും. ദെൻ 7 ഡെസ്കിന് 4 ചെയർ കൊടുക്കുമ്പോൾ 28 എന്ന് കിട്ടും. നെക്സ്റ്റ് 9 ഡെസ്കിന് 4 ചെയർ കൊടുക്കുമ്പോൾ 36 എന്ന് കിട്ടും. 5 ഡെസ്കിന് 4 ചെയർ കൊടുക്കുമ്പോൾ 20 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇതൊക്കെ കൂടി നമ്മൾ കൂട്ടി നോക്കുക. ഏതൊക്കെ? 32 + 28 + 36 +
20 എത്ര കിട്ടും 116 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കറക്റ്റായിട്ട് കിട്ടുന്നതാണ്. നെക്സ്റ്റ് വൺ പറഞ്ഞിട്ടുള്ളത് ഈ 5 ചെയേഴ്സ് ആർ ടു ബി അറേഞ്ച്ഡ് വിത്ത് എവറി ഡെസ്ക് ഹൗ മെനി ചെയേഴ്സ് ആർ നീഡഡ് ഹൗ ഡു വി കാൽക്കുലേറ്റ്. ഇപ്പോൾ ഒരു ഡെസ്കിന് 5 ചെയറാണ് കൊടുക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ചെയർ വേണ്ടി വരും? എങ്ങനെ കണക്കാക്കാം? അപ്പോൾ ആകെ ഉണ്ടാവുക 29 ഡെസ്ക് ആണല്ലേ. അതിന് 5 എണ്ണം വീതമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? 29 × 5 ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് 20 × 5 + 9 × 5 ചെയ്ത് നോക്കേണ്ടി വരും. 20 × 5 എന്ന് പറയുന്നത് 100 ആണ്, പ്ലസ് 9 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 45 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും? 145 കിട്ടും. അപ്പോൾ 145 ആണ് അവിടെ ആകെ വേണ്ടത്. അപ്പോൾ അത്രയും ചെയേഴ്സ് അവിടെ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് വണ്ണിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂ ദ പാറ്റേൺ എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇവിടെ 1 × 9 + 1 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണല്ലേ. 1 × 9 എന്ന് പറയുന്നത് 9 ആണ്. അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 എന്നുള്ളത് കിട്ടും. 2 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 2 × 9 എന്ന് പറയുന്നത് 18 ആണ്. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 എന്നുള്ളത് കിട്ടും. 3 × 9 എന്ന് പറയുന്നത് 27 ആണ്, പ്ലസ് 3 എന്ന് പറയുന്നത് 30 ആണല്ലേ. സോ നെക്സ്റ്റ് വൺ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? നെക്സ്റ്റ് വൺ നമുക്ക് എഴുതി കൊടുക്കാം 4 × 9 + 4. 4 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. അതിൻ്റെ കൂടെ 4ഉം കൂടെ ആഡ് ചെയ്താൽ 40 കിട്ടും. നെക്സ്റ്റ് വണ് 5 × 9 + 5 ആണ്. 5 × 9 എന്ന് പറയുന്നത് 45 + 5 50 കിട്ടും. ദെൻ 6 × 9 എന്ന് പറയുന്നതും പ്ലസ് 6ഉം കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 60 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് വണ് 7 × 9 + 7 ആണ്. എത്ര കിട്ടും? 70. 8 × 9 + 8 എത്രയാണ്? 80. ദെൻ 9 × 9 + 9 എത്രയാണ്? 90. 10 × 9 പ്ലസ് എത്രയാണ്? 10 100 ആണ്. സോ ഇവിടെ എന്താണ് കണ്ടുപിടിച്ചിട്ടുള്ളത്? നമ്മൾ എടുത്ത 9ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ്റെ കൂടെ ആ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ 0 കിട്ടുന്നതാണ്. അല്ലെങ്കിൽ അത് 0 ആയിട്ട് ടെൻസ് ആയിട്ട് മാറും എന്നുള്ളതാണ് നമ്മളിവിടെ കണക്കാക്കേണ്ടത്. യൂസിങ് ദിസ് നമ്പർ പാറ്റേൺ കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. ഇനി ഇവിടെയുള്ള പാറ്റേൺ നോക്കൂ. ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെയ്തു നോക്കാം അല്ലേ. എന്താണ് തന്നിട്ടുള്ളത്? 15 × 9 എന്ന് പറയുന്നത് എത്രയാണ്? 15 × 9ൻ്റെ കൂടെ 50 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 150 കിട്ടും. ദെൻ 49 × 9 അതിൻ്റെ കൂടെ 49 അല്ല കേട്ടോ, 43 × 9 എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ 43യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 430 എന്നുള്ളത് കിട്ടും. 78 × 9 + 78 ആണല്ലേ. അപ്പോൾ എത്ര കിട്ടും? 780 എന്നുള്ളത് ഉത്തരമായിട്ട് കിട്ടും. നെക്സ്റ്റ് ഒരെണ്ണം നമുക്കിവിടെ എഴുതി കൊടുക്കാം അല്ലേ. ഏത് എഴുതാം? 66 × 9 + 69. ഓക്കെ, 66 എത്ര കിട്ടും? 660 എന്നുള്ളത് ആൻസർ ആയിട്ട് കിട്ടും. സോ ഫൈൻഡ് ഔട്ട് ഈസി വേ ടു മൾട്ടിപ്ലൈ ബൈ 10, 20 ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ. 10 കൊണ്ടും 20 കൊണ്ടും ഗുണിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എളുപ്പ വഴി എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. 10 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 11 × 10 എന്ന് പറയുന്നത് 110 ആണ്. 13 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 130 ആണ്. 16 × 10 എന്ന് പറയുന്നത് 160 ആണ്. 19 × 10 എന്ന് പറയുന്നത് 190 ആണ്. ഇനി അടുത്തത് നമുക്ക് എഴുതി കൊടുക്കാം. 15 × 10 എത്രയാണ്? 150 ആണ്. അതുപോലെ തന്നെ 21 × 10 എന്ന് പറയുന്നത് 210 ആണ്. ദെൻ 23 × 10 എന്ന് പറയുന്നത് 230 ആണ്. അതുപോലെ 46 × 10 എന്ന് പറയുന്നത് 460 ആണ്. അപ്പോൾ ഏതൊരു നമ്പറിൻ്റെ കൂടെയും 10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? അതിൻ്റെ ടെൻസ് ആയിട്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ആയിട്ട് മാറും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആ സംഖ്യയുടെ കൂടെ ഒരു 0ഉം കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വണ് 10 × 20 എന്ന് പറയുന്നത് എത്രയാണ്? 200 ആണ്. ദെൻ 11 × 20 എന്ന് പറയുന്നത് 220 ആണ്. 13 × 20 എന്ന് പറയുന്നത് 260 ആണ്. 16 × 20 എന്ന് പറയുന്നത് 320 ആണ്. 19 × 20 എന്ന് പറയുന്നത് 380 ആണ്.
നെക്സ്റ്റ് വൺ നമുക്ക് എഴുതി നോക്കാം. 22 × 20 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 22 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 44 ആണ്. അതിൻ്റെ കൂടെ നമ്മൾ 0യും കൂടെ ആഡ് ചെയ്യുക, 440 എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. 15 × 2 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 15 × 2 എന്ന് പറയുന്നത് 30 ആണ്. അതിൻ്റെ കൂടെ ഒരു 0യും കൂടെ ആഡ് ചെയ്യുക, 300 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 25 × 2 ആണ്. 25 × 2 എന്ന് പറയുന്നത് 50 ആണ്. 50ൻ്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്താൽ 500 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 18 × 2 എന്ന് നോക്കാം. 18 × 2 എത്രയാണ്? 20 ആട്ടോ. 18 × 20. 18 × 2 എന്ന് പറയുന്നത് 36 ആണ്. അതിൻ്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്യുക, 360 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 10 × 10 എത്രയാണ്? 100 ആണ് അല്ലേ. 20 × 20 എത്രയാണ്? 2 × 2 4 ആണ്. 0 ആഡ് ചെയ്യുക, 400 എന്ന് കിട്ടും. 30 × 30 എന്ന് പറയുന്നത് എത്രയാണ്? 900 ആയിട്ട് വരും. 40 × 40 എന്ന് പറയുന്നത് 1600 എന്ന് കിട്ടും. 50 × 50 എന്ന് പറയുന്നത് എത്രയാണ്? 5 × 5 25, 0 2 0 ആഡ് ചെയ്യുക, 2500 എന്ന് കിട്ടും. നെക്സ്റ്റ് വേണം നമുക്ക് എഴുതാം. 60 × 60 എന്ന് പറയുന്നത് 3600. ദെൻ 70 × 70 എന്ന് പറയുന്നത് എത്രയാണ്? 4900. 80 × 80, 8 × 8 എത്രയാണ്? 64 ആണല്ലേ. സോ 6400 എന്ന് ആൻസർ കിട്ടും. 90 × 90 എന്ന് പറയുന്നത് 8100 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഇതേപോലെ ചെയ്തു നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഇവിടെ അടുത്തതായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മളെടുത്ത് ലൈക്ക് ദിസ് ഫൈൻഡ് ഔട്ട് ഹൗ വി ക്യാൻ മൾട്ടിപ്ലൈ ബൈ 30, 40 ആൻഡ് 50 ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ ഇൻ യുവർ നോട്ട്ബുക്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് ചെയ്യുക? ഇതേപോലെ 30, 40, 50 എന്നീ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതി നോക്കാം. ഇവിടെ എഴുതാം അല്ലേ. 10ൻ്റെ കൂടെ 30, 10 × 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 300 ആയിരിക്കും അല്ലേ. അങ്ങനെയാ 11 × 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 11 × 3 എന്ന് പറയുന്നത് 33 ആണ്. അതിൻ്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്യുക. ദെൻ 21 × 30 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 21 × 3 എന്ന് പറയുന്നത് 63 ആണ്. അതിൻ്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്യുക. 20 × 30 എന്ന് പറയുന്നതോ 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 2 0 ആഡ് ചെയ്യുക, 600 എന്ന് കിട്ടും. നെക്സ്റ്റ് വേണം നമുക്ക് എന്താ 40 വെച്ചിട്ട് നോക്കാം അല്ലേ. 10 × 40 എന്ന് പറയുന്നത് എത്രയാണ്? 400 ആയിരിക്കും. ദെൻ 11 × 40 എന്ന് പറയുന്നത് എത്രയാണ്? 440 എന്നായിരിക്കും. അതുപോലെ തന്നെ 21 × 40 എന്ന് പറയുന്നത് 21 × 4 എത്രയാണെന്ന് നോക്കുക. അതിൻ്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് 50 വെച്ചുകൊണ്ടും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് എഴുതി നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ റിലേഷൻഷിപ്പ് എന്നുള്ള ഫൈൻഡ് ദ റിലേഷൻസ് എന്നുള്ളതിലേക്ക് കടക്കാം. ഓക്കെ, ഇവിടെ 1 × 8 എന്ന് പറയുന്നത് എത്രയാണ്? 1 × 8 നമുക്കറിയാം 8 തന്നെയാണ് അല്ലേ. അടുത്തത് നോക്കൂ, 2 × 8 എന്ന് പറയുന്നത് 16 ആണല്ലേ. അപ്പം നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. എന്ത് ചെയ്യാം? ഈ 8ൻ്റെ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് റിലേഷൻ നോക്കാം. അതായിരിക്കും ഒന്നും കൂടെ നന്നായിരിക്കും. നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒന്നും കൂടെ ഈസി അതായിരിക്കും. അപ്പോൾ ഇവിടെ 1 × 8 എന്ന് പറയുന്നത് 8 ആണ്. 2 × 8 എന്ന് പറയുന്നത് 16 ആണ്. അടുത്തത് നമുക്ക് എഴുതി കൊടുക്കാം. 3 × 18 = 24, 4 × 8 = 32, 5 × 8 എത്ര കിട്ടും? 40, 6 × 8 48, 7 × 40 56, 8 × 8 64, 9 × 8 എത്ര കിട്ടും? 72, 10 × 8 80. ഓക്കെ, അപ്പോൾ ഇതാണ് 8ൻ്റെ ടേബിൾ. ഇവിടെ നമ്മൾ നോക്കൂ, 8ൻ്റെ ടേബിൾ വെച്ചുകൊണ്ട് 1 × 8 എന്ന് പറയുന്നത് നമുക്കറിയാം 8 ആണല്ലേ. അതിൻ്റെ കൂടെ 1 × 6ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14 എന്നുള്ള ഈ ഒരു ടേബിളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, അതുപോലെ തന്നെ ഇതെന്താണ്? 1 × 6 എന്ന് പറയുന്നത് ഈ ടേബിളിലെയാണല്ലേ. അപ്പോൾ 2 × 8 എന്ന് പറയുന്നതും 2 × 6 എന്ന് പറയുന്നതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 2 × 14 എന്ന് പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ റിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് നമുക്ക് 6ൻ്റെ ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, 1 × 6 = 6 ആണെന്ന് നമുക്കറിയാം. അടുത്തത് 2 × 6 = 12 ആണ്. നെക്സ്റ്റ് വണ് 3 × 6 എന്ന് പറയുന്നത് 18 ആണ്. 4 × 6 = 24 ആണ്. ദെൻ 5 × 6 = 30 ആണ്. 6 × 6 = 36 ആണ്.
7 ഇൻറ്റു 6 ഈക്വൽ ടു 42 ആണ്. 8 ഇൻറ്റു 6 ഈക്വൽ ടു 48 ആണ്. 9 ഇൻറ്റു 6 ഈക്വൽ ടു 54 ആണ്. 10 ഇൻറ്റു 6 ഈക്വൽ ടു 60. ഓക്കെ, ഇനി നമുക്ക് ഈ റിലേഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ 40യുടെ ടേബിൾ ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു 2 ഇൻറ്റു 8ഉം അതുപോലെ തന്നെ 2 ഇൻറ്റു 6ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് 2 ഇൻറ്റു 14 എന്ന് പറയുന്നത്. 2 ഇൻറ്റു 14 എന്ന് പറയുന്നത് 28 എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 3 ഇൻറ്റു 8 ആയിട്ടുള്ള 24ഉം 3 ഇൻറ്റു 6 ആയിട്ടുള്ള 18ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് 3 ഇൻറ്റു 14 എന്ന് പറയുന്നത്. അപ്പോൾ 3 ഇൻറ്റു 14 42 ആണ്. അതുപോലെ തന്നെ 4 ഇൻറ്റു 8 ആയിട്ടുള്ള 32ഉം 4 ഇൻറ്റു 6 ആയിട്ടുള്ള 24ഉം കൂടെ ആഡ് ചെയ്തിട്ടുള്ളതാണ് 4 ഇൻറ്റു 14 എന്ന് പറയുന്നത് എത്ര കിട്ടും, 56 കിട്ടും. അപ്പോൾ ബന്ധം മനസ്സിലായില്ലേ? ഇതേപോലെ തന്നെയാണ് ഇവിടെ താഴെയുള്ള ബന്ധവും. അപ്പോൾ നമുക്ക് താഴെയുള്ള ബന്ധവും കൂടെ ഒന്ന് നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ നോക്കൂ, 1 ഇൻറ്റു 9 എന്ന് പറയുന്നത് 9 ആണല്ലേ. 2 ഇൻറ്റു 9 എന്ന് പറയുന്നത് 18 ആണ്. 3 ഇൻറ്റു 9 എന്ന് പറയുന്നത് എത്രയാണ്, 27 ആണ്. 4 ഇൻറ്റു 9 എന്ന് പറയുന്നത് 36 ആണ്. 5 ഇൻറ്റു 9 എന്ന് പറയുന്നത് 45 ആണ്. 6 ഇൻറ്റു 9 എന്ന് പറയുന്നത് 54 ആണ്. 7 ഇൻറ്റു 9 എന്ന് പറയുന്നത് 63 ആണ്. 8 ഇൻറ്റു 9 എന്ന് പറയുന്നത് 72 ആണ്. ദെൻ 9 ഇൻറ്റു 9 എന്ന് പറയുന്നത് 81 ആണ്. 10 ഇൻറ്റു 9 എന്ന് പറയുന്നത് 90 ആണ്. അതേപോലെ തന്നെ നമുക്ക് 5ൻ്റെ ടേബിൾ എഴുതാം. 1 ഇൻറ്റു 5 5 ആണ്. ദെൻ 2 ഇൻറ്റു 5 10 ആണ്. 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15 ആണ്. 4 ഇൻറ്റു 5 എന്ന് പറയുന്നത് 20 ആണ്. 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 ആണ്. 6 ഇൻറ്റു 5 എന്ന് പറയുന്നത് 30 ആണ്. 7 ഇൻറ്റു 5 എന്ന് പറയുന്നത് 35 ആണ്. 8 ഇൻറ്റു 5 എന്ന് പറയുന്നത് 40 ആണ്. 9 ഇൻറ്റു 5 എന്ന് പറയുന്നത് 45 ആണ്. 10 ഇൻറ്റു 5 എന്ന് പറയുന്നത് 50 ആണ്. ഇനി അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് 1 ഇൻറ്റു 9ഉം 1 ഇൻറ്റു 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 1 ഇൻറ്റു 14 കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 14 കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, 5 ഇൻറ്റു 9 പ്ലസ് 5 ഇൻറ്റു 5 ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 5 ഇൻറ്റു 9 എന്ന് പറയുന്നത് 45 ആണ്. 5 ഇൻറ്റു 5 എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കണം. അപ്പോൾ എത്ര കിട്ടും, രണ്ടും കൂടെ കൂട്ടുമ്പോൾ 70 കിട്ടും അല്ലേ. അപ്പോൾ 70 ആണ് 5 ഇൻറ്റു 14 എന്ന് പറയുന്നത് 70. ഇനി 6 ഇൻറ്റു 14 എന്ന് പറയുന്നത് എത്രയാണ്, 84 ആണ്. 7 ഇൻറ്റു 14 എന്ന് പറയുന്നത് 98 ആണ്. 8 ഇൻറ്റു 14 എന്ന് പറയുന്നത് 112 ആണ്. 9 ഇൻറ്റു 14 എന്ന് പറയുന്നത് 126 ആണ്. 10 ഇൻറ്റു 14 എന്ന് പറയുന്നത് 140 ആണ്. ഓക്കെ, അപ്പോൾ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇവിടുന്നും ഈ രണ്ടും അഥവാ 9ൻ്റെയും 5ൻ്റെയും ടേബിൾ തമ്മിൽ കൂട്ടുമ്പോൾ 14 കിട്ടും. 8ഉം 6ഉം കൂടെ ടേബിൾ തമ്മിൽ കൂട്ടുമ്പോഴും 14 കിട്ടും. അതാണ് അതിൻ്റെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം. നെക്സ്റ്റ് വണ് ഫിൽ ഇൻ ദ ബിൽ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. സോ ഫിൽ ഇൻ ദ ബില്ല് നോക്കാം. സീ ദ ബിൽ ഓഫ് ദ തിങ് ചിൽഡ്രൻ ബോട്ട് ഫ്രം ദ സ്കൂൾ സ്റ്റോർ. ഇവിടെ എന്താണ്, സ്കൂൾ സ്റ്റോറിൽ നിന്നും കുട്ടികൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുടെ ബില്ലാണ് താഴെ തന്നിട്ടുള്ളത്. ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കണം. ഇവിടെ തന്നിട്ടുള്ളത് പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെ സാധനങ്ങളാണുള്ളത്, പെൻസിൽ ഷാർപ്നർ, ഇറേസർ, പെൻസില്, സ്കെയില്, നോട്ട്ബുക്ക്, പെന്ന്, ബ്രഷ്, പെൻസിൽ ബോക്സ്, സീസേഴ്സ്, ഇത്രയും സാധനങ്ങളുടെ പ്രൈസ് എത്രയാണെന്നും തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ബില്ലിൽ നോക്കൂ, അവിടെ പെൻസിൽ ബോക്സ് വാങ്ങിച്ചു അല്ലേ. 2 പെൻസിൽ ബോക്സ് ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരെണ്ണത്തിൻ്റെ പ്രൈസ് എത്രയാണ്, 25 റുപ്പീസാണ്. അപ്പോൾ ടോട്ടൽ എത്രയായിട്ടുണ്ടാവും, 2 ഇൻറ്റു 25 എത്രയാണ്, 50 റുപ്പീസ് അല്ലേ. 50 ആണ്. സ്കെയിൽ 4 എണ്ണം വാങ്ങിച്ചു. ഒരു സ്കെയിലിന് 12 റുപ്പീസാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 4 ഇൻറ്റു 12 ചെയ്ത് നോക്കുക. എത്ര കിട്ടും, 48 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം, ഇത് രണ്ടും കൂടെ നമുക്ക് കൂട്ടി നോക്കണം. കൂട്ടി നോക്കൂ, 50 പ്ലസ് 48. ഓക്കെ, 8 9 എത്ര കിട്ടും, 98 എന്ന ആൻസർ കിട്ടും അല്ലേ. അപ്പോൾ ടോട്ടൽ 98 റുപ്പീസാണ് ചിലവായിട്ടുള്ളത്. രണ്ടാമത്തെ ബില്ലിൽ പെൻസിൽ വാങ്ങിച്ചു. 3 രൂപയാണ് പെൻസിലിന്. അപ്പോൾ എത്ര പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടാകും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. എത്ര പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ടാവും,
ടോട്ടൽ നമുക്ക് 35 റുപ്പീസ് വരണം രണ്ടും കൂടെ കൂട്ടുമ്പോൾ. അപ്പോൾ ബ്രഷിന് 7 രൂപയാണല്ലേ, 2 ബ്രഷ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ബ്രഷ് നമുക്ക് ആദ്യം എഴുതാം, 2 ബ്രഷ് വാങ്ങിച്ചു. അപ്പോൾ 2 × 7 എത്ര രൂപയായി? 14 രൂപയായി അല്ലേ. അപ്പോൾ ബാക്കി എത്ര രൂപയുണ്ട്? ടോട്ടലുള്ളത് 35 ആണല്ലേ. അപ്പോൾ 35 നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 14 കുറച്ച് നോക്കുക, എത്ര കിട്ടും? ബാക്കി 21. അപ്പോൾ 21 റുപ്പീസിന് നമ്മൾ പെൻസിൽ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 21നെ ഒരു പെൻസിലിൻ്റെ പ്രൈസ് ആയിട്ടുള്ള 3 നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഡിവൈഡ് 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 7 എന്ന് കിട്ടും. അപ്പോൾ 7 നമ്പർ ഓഫ് പെൻസിൽസ് ആയിരിക്കും വാങ്ങിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഇവിടെ എഴുതാം 7 × 3 എന്ന് പറയുന്നത് 21. അപ്പോൾ 21 റുപ്പീസിന് എന്തും വാങ്ങിച്ചു? പെൻസിലും വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകാം. അവിടെ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് കണക്കുകൾ നോക്കാനുണ്ട്, ബില്ല് നോക്കാനുണ്ട്. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? തേർഡ് ബില്ല് എന്ന് പറയുന്നത് നോട്ട്ബുക്ക് വാങ്ങിച്ചു, പെൻസിലും വാങ്ങിച്ചു. ടോട്ടൽ 90 റുപ്പീസാണ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എത്ര നോട്ട്ബുക്ക് എത്ര പെൻസിൽ വാങ്ങിച്ചു എന്നുള്ളത് നമ്മൾ നോക്കണം. ഒരു നോട്ട്ബുക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15 റുപ്പീസാണ്. അപ്പോൾ ഇവിടെ പെൻസിൽ നമുക്ക് ആദ്യം നോക്കാം. 3 പെൻസിൽ അല്ലേ, 10 പെൻസിൽ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ബാക്കി എത്ര രൂപയാകും? 30 രൂപയാകും അല്ലേ. 10 × 3 എന്ന് പറയുന്നത് 30 ആണ്. ഇനി ബാക്കി എത്ര രൂപ ഉണ്ടായിരിക്കും? 90-ൽ 60 രൂപ ഉണ്ടായിരിക്കും. 15 രൂപയാണ് ഒരു നോട്ട്ബുക്കിൻ്റെ വില. അപ്പോൾ നമുക്ക് 4 നോട്ട്ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. 4 × 15 എന്ന് പറയുന്നത് 60 ആണ്. അടുത്തത് സ്കെയില്, പെന്ന്, ഇറേസർ, ഈ 3 നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ സ്കെയില് 2 സ്കെയില് വാങ്ങിച്ചു. 2 × 12 എന്ന് പറയുന്നത് എത്രയാണ്? 24. നെക്സ്റ്റ് വണ് പെന്ന് വാങ്ങിച്ചു, 10 പെന്ന് വാങ്ങിച്ചു. 10 × 6 എന്ന് പറയുന്നത് 60. ഇനി എന്താ വാങ്ങിക്കുന്നത്? ഇറേസർ ആണ് വാങ്ങിക്കാനുള്ളത് അല്ലേ. അപ്പോൾ ഇറേസർ വാങ്ങിക്കണം. ബാക്കി എത്ര രൂപ ഉണ്ടായിരിക്കും? ഇവിടെ 84 ആയല്ലേ. 100 റുപ്പീസാണ് ടോട്ടൽ ഉള്ളത്, ബാക്കി 16 റുപ്പീസാണ് ഉണ്ടായിരിക്കുക. അതിന് നമുക്ക് 8 പെൻസിൽ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. 8 × 2 എന്ന് പറയുന്നത് 16. ടോട്ടൽ 100 റുപ്പീസാണ്. ഇനി ജ്വാല ബോട്ട് 4 തിങ്സ് ഫോർ 100 റുപ്പീസ്. വാട്ട് ഓൾ തിങ് ഡിഡ് ഷീ പോസിബിൾ ബൈ? അപ്പോൾ ജ്വാല വാങ്ങിക്കുന്നത് എന്താണ്? 100 രൂപക്ക് 4 സാധനങ്ങളാണ് വാങ്ങിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും അതിൻ്റെ ബില്ല് നോട്ട്ബുക്കിൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു ബോക്സ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ബോക്സിന് 25 റുപ്പീസാണ്. 2 ബോക്സ് വാങ്ങിച്ചു. അപ്പോൾ 2 × 25 50 റുപ്പീസ് ആയല്ലേ. ബാക്കി എത്ര ഉണ്ട്? 50 റുപ്പീസാണുള്ളത്. നെക്സ്റ്റ് ഒരു സ്കെയില് വാങ്ങിച്ചു. സ്കെയിലിൻ്റെ വില എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 3 × 12 എന്ന് പറഞ്ഞാൽ 36 ആയി. ഇനി ഒരു പെൻസിൽ കട്ടർ വാങ്ങിച്ചു. ഓക്കെ, പെൻസിൽ കട്ടറാണ്. പെൻസിൽ കട്ടറിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 5 റുപ്പീസാണ്. അപ്പോൾ 5 × 1 എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പോൾ എത്ര രൂപ ടോട്ടലായി കൂട്ടുകാരെ? 50ഉം 86ഉം പിന്നെ 5ഉം അല്ലേ, 91 രൂപ ചിലവായി. ഇനി 9 രൂപയാണുള്ളത്. അതിനെന്ത് വാങ്ങിച്ചു? പെൻസിൽ വാങ്ങിച്ചു. ഒരു പെൻസിലിന് 3 രൂപ. അപ്പോൾ 3 × 3 പെൻസിൽ വാങ്ങിച്ചു, 9 രൂപ. ടോട്ടൽ 100 രൂപക്ക് സാധനം വാങ്ങിച്ചു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 100 രൂപ എങ്ങനെയാകുന്നു ആ തരത്തിൽ നമുക്ക് ഈ ബില്ല് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. നമുക്ക് അടുത്തത് ആദീസ് മണി ബോക്സ് ആണ് അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ പസിൽ കോർണർ ആണ്. ഓൺ ആദീസ് ബർത്ത്ഡേ ഗ്രാൻഡ് മദർ ഗേവ് ഹെർ 1 റുപ്പി ആൻഡ് ഷീ പുട്ട് ഇറ്റ് ഇൻ ഹെർ മണി ബോക്സ്. അപ്പോൾ ആദിയുടെ ബർത്ത്ഡേക്ക് മുത്തശ്ശി എന്ത് കൊടുത്തു? മണി ബോക്സിൽ ഇടാൻ വേണ്ടി 1 രൂപയാണ് ആദ്യത്തെ ദിവസം കൊടുത്തത്. നെക്സ്റ്റ് ഡേ ഷീ ഗേവ് ഡബിൾ ഓഫ് ദിസ്. പിറ്റേ ദിവസം അതിൻ്റെ ഡബിൾ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഓൺ ദ തേർഡ് ഡേ ഷീ ഗേവ് ഡബിൾ ദ മണി ഷീ ഗേവ് ഓൺ ദ സെക്കൻഡ് ഡേ. തേർഡ് ഡേ ആയപ്പോൾ സെക്കൻഡ് ഡേ കൊടുത്തതിൻ്റെ ഡബിൾ കൊടുത്തു. ദെൻ if she continued like this, how much would Adi have in her money box after 7 days? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദിയുടെ മണി ബോക്സിൽ എത്ര രൂപ ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം കൊടുത്തത് എത്ര രൂപയായിരുന്നു? 1 രൂപയാണല്ലേ. രണ്ടാമത്തെ ദിവസം ആയപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിട്ടുള്ള 2 രൂപ കൊടുത്തു. മൂന്നാമത്തെ ദിവസം 2ൻ്റെ ഡബിൾ ആയിട്ടുള്ള 4 രൂപ കൊടുത്തു. നാലാമത്തെ ദിവസം 4ൻ്റെ ഡബിളായ 8 രൂപ കൊടുത്തു. അഞ്ചാമത്തെ ദിവസം 8ൻ്റെ ഡബിളായ 16 രൂപ കൊടുത്തു. ആറാമത്തെ ദിവസം ആയപ്പോൾ ഇതിൻ്റെ ഡബിളായ 32 കൊടുത്തു. ഏഴാമത്തെ ദിവസം 64 രൂപയാണ് കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ എന്താണ്? 7 ദിവസം കഴിയുമ്പോൾ എത്ര രൂപ ഉണ്ടാവും? ഇതെല്ലാം കൂടെ കൂട്ടിയ പൈസ നമ്മുടെ ഇവൻ്റെ കയ്യിൽ ഉണ്ടാവും അല്ലേ, ആദിയുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് കൂട്ടി നോക്കുക. 2 ഉം 1 3, 3 ഉം 4 7, 7 ഉം 8 എത്രയായി?
അങ്ങനെ നിങ്ങൾ ഇത് മൊത്തം ഒന്ന് കൂട്ടി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആകെ എത്ര രൂപയുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പെൻസിൽ ബോക്സ് ആണ്. മിൻഹ പുട്ട് 5 പെൻസിൽ ഇൻ എ പാക്കറ്റ്. മിൻഹ എന്ത് ചെയ്തു? 5 പാക്കറ്റ് ഒരു പെൻസിലിൽ ഇട്ടു. ദെൻ ആൻഡ് 4 സച്ച് പാക്കറ്റ്സ് ഇൻ എ ബോക്സ്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? മിൻഹ 5 പെൻസിൽ വീതം ഒരു പാക്കറ്റിലാക്കി ഇത്തരത്തിൽ 4 പാക്കറ്റ് പെട്ടിയിലാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോൾഡ് 6 ബോക്സസ് ടു നെന്മ സ്റ്റോർ ആൻഡ് 4 ബോക്സസ് ടു മേമ സ്റ്റോർ. അതിലെ 6 പെട്ടി നെന്മ സ്റ്റോറിലേക്കും 4 പെട്ടി എവിടെ കൊടുത്തു? 6 എണ്ണം നെന്മ സ്റ്റോറിലും 4 എണ്ണം മേന്മ സ്റ്റോറിലും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി പെൻസിൽസ് ഡിഡ് ഷീ സെൽ ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പെൻസിലാണ് അവൾ സെല് ചെയ്തിട്ടുണ്ടായിരിക്കുക? ദ പ്രൈസ് ഓഫ് എ പെൻസിൽ 5 റുപ്പീസ്. ഹൗ മച്ച് മണി ഡിഡ് മിൻഹ ഗെറ്റ്? ഒരു പെൻസിൽ 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? അപ്പോൾ നമ്മൾ ഇവിടെ ഓരോന്നായിട്ട് നോക്കാം. നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ പാക്കറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ആയിരുന്നു അല്ലേ? ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ എ ബോക്സ് എന്ന് പറയുന്നത് ഒരു ബോക്സിൽ 4 പെൻസിൽസ് ആയിരുന്നു. അപ്പോൾ 5 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 20. ദെൻ നെക്സ്റ്റ് നമ്പർ ഓഫ് പെൻസിൽസ് സോൾഡ് ടു നെന്മ സ്റ്റോർ. നെന്മ സ്റ്റോറിലേക്ക് കൊടുത്തിട്ടുള്ളത് 6 എണ്ണമായിരുന്നു അല്ലേ? 6 പെട്ടിയായിരുന്നു. ഒരു പെട്ടിയിൽ 20 എണ്ണം. 20 × 6 എന്ന് പറയുന്നത് 120. നമ്പർ ഓഫ് പെൻസിൽസ് സോൾഡ് ടു മേന്മ. മേന്മ സ്റ്റോറിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 4 ആണ് അല്ലേ? അപ്പോൾ 20 × 4 എന്ന് പറയുന്നത് എത്രയാണ്? 20 × 4 എന്ന് പറയുന്നത് 80. അപ്പോൾ 80 പെൻസിലാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. എമൗണ്ട് മിൻഹ ഗോട്ട്. അപ്പോൾ മിൻഹക്ക് കിട്ടിയിട്ടുള്ളത് എത്ര രൂപയാണെന്നുള്ളത് നമ്മൾ കണക്കാക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നെന്മ സ്റ്റോറിന് കൊടുത്തിട്ടുള്ള 120യും മേന്മ സ്റ്റോറിന് കൊടുത്തിട്ടുള്ള 80യും കൂടെ കൂട്ടി നോക്കുക. എത്ര കിട്ടും? 200 ആണല്ലേ? അപ്പോൾ ആകെ 200 പെൻസിൽസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു പെൻസിലിന് നമ്മൾ പറഞ്ഞു 5 റുപ്പീസ് ആണല്ലേ? അപ്പോൾ 200 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1000 റുപ്പീസ് എന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി ഇത് വേറെ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും? 120 5 റുപ്പീസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 600 എന്നുള്ളത് കിട്ടും. 80 പെൻസിൽസിനെ 5 വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ 400 എന്നുള്ളത് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 600 + 400 = 1000. അപ്പോൾ മിൻഹക്ക് എത്ര കിട്ടി എന്നുള്ളിടത്ത് 1000 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ 1000 രൂപയാണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്? നമ്മുടെ മിൻഹക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ നെക്സ്റ്റ് വൺ ഒരു പസിൽ കോർണർ തന്നെയാണ്. മിൻഹ ഹാസ് സം പെൻസിൽസ് ഇൻ ഈച്ച് ഹാൻഡ്. മിൻഹയുടെ കയ്യിൽ 2 കയ്യിലും എന്തുണ്ട്? കുറച്ച് പെൻസിൽസ് കയ്യിലുണ്ട്. ഇഫ് 1 പെൻസിൽ ഈസ് ലിഫ്റ്റഡ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് ടു ദ റൈറ്റ് ഹാൻഡ് ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ഇറ്റ് വുഡ് ബി ഡബിൾ ദ നമ്പർ ഓഫ് പെൻസിൽസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നും എന്ത് ചെയ്യാണ്? മിൻഹ ഒരു പെൻസിൽ എടുത്തിട്ട് റൈറ്റ് ഹാൻഡിലേക്ക് വെച്ചപ്പോൾ അതിലെ എണ്ണം ലെഫ്റ്റ് ഹാൻഡിലെ എണ്ണത്തിൻ്റെ ഡബിളായിട്ട് മാറി. അതിനുശേഷം ഇഫ് 1 പെൻസിൽ ഈസ് ഷിഫ്റ്റഡ് ഫ്രം ദ റൈറ്റ് ഹാൻഡ് ടു ദ ലെഫ്റ്റ് ദ നമ്പർ ഓഫ് പെൻസിൽസ് ഇൻ ബോത്ത് ഹാൻഡ് വുഡ് ബി ഈക്വൽ. ഇനി റൈറ്റ് ഹാൻഡിൽ നിന്നും ഒരു പെൻസിൽ എടുത്ത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെച്ചപ്പോൾ 2 ഹാൻഡിലെയും പെൻസിൽ എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഹൗ മെനി പെൻസിൽസ് ഡസ് ഷീ ഹാവ് ഇൻ ഈച്ച് ഹാൻഡ്? അങ്ങനെയാണെങ്കിൽ അവളുടെ ഹാൻഡിൽ എത്ര പെൻസിൽസ് ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ 5 പെൻസിൽസും റൈറ്റ് ഹാൻഡിൽ 7 പെൻസിൽസുമാണ് ഉണ്ടാവുന്നത്. ഇനി ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം എന്ത് ചെയ്തു? ഈ ലെഫ്റ്റ് ഹാൻഡിൽ നിന്നും ഒരു പെൻസിൽ എടുത്തിട്ട് എങ്ങോട്ട് വെച്ച് കൊടുത്തു? ലെഫ്റ്റ് ഹാൻഡിൽ നിന്നും ഒരു പെൻസിൽ 5 പെൻസിലിൽ നിന്നും ഒരെണ്ണം എടുത്തിട്ട് റൈറ്റ് ഹാൻഡിലേക്ക് വെച്ച് കൊടുത്തു. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡിൽ ഇവിടെ ഉണ്ടായിരുന്നത് 7 ആയിരുന്നു. അത് എന്തായിട്ട് മാറി? അത് ഒരെണ്ണം വെച്ചപ്പോൾ 8 ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ എന്തായി മാറും? ഇവിടെ ഒരെണ്ണം പോകുമ്പോൾ 5ൽ നിന്നും ഒരെണ്ണം പോകുമ്പോൾ 4 ആവും. അപ്പോൾ 4ഉം 8ഉം എന്തായി? ഡബിൾ ആയിട്ട് മാറി. ഇനി അതിനുശേഷം സംഭവിച്ചത് ഈ 8ൽ നിന്നും ഒരെണ്ണം 7 ഇവിടെ 7 അല്ലേ? അതിൽ നിന്നും ഒരെണ്ണം ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവിടെ 5 ഉണ്ടായിരുന്ന ആളുടെ കയ്യിൽ 6 ആയിട്ട് മാറി. ഇവിടെ ഒരെണ്ണം പോയപ്പോൾ 6 ആയി. ഇത് രണ്ടും എന്തായി? ഈക്വൽ ആയിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പസിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്തത്
മിഡ് ഡേ മീലിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നോക്കുന്നത്. ശ്യാമള ചേച്ചി കുക്സ് ഫുഡ് ഇൻ ഐനിമല സ്കൂൾ. അപ്പോൾ എന്താണ്, ഐനിമല സ്കൂളിൽ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ശ്യാമള ചേച്ചി. ഷീ ഈസ് പെയ്ഡ് 600 rupees പെർ ഡേ ആസ് വേജ്. ഒരു ദിവസം അവർക്ക് 600 രൂപയാണ് ഇതിൻ്റെ കൂലി എന്ന് പറയുന്നത്. ഷീ വർക്ക്ഡ് 20 days ഇൻ ജൂണിൽ 20 days അവർ വർക്ക് ചെയ്തു. ഹൗ മച്ച് എമൗണ്ട് ഡിഡ് ഷീ ഗെറ്റ്? അപ്പോൾ അവർക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ഇൻ ജൂലൈ ഷീ വർക്ക്ഡ് ഫോർ 22 days. ഹൗ മച്ച് എമൗണ്ട് ഡിഡ് ഷീ ഗെറ്റ്? അങ്ങനെ ജൂലൈയിൽ അവർ 22 ദിവസവും വർക്ക് ചെയ്തു. അപ്പോൾ എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് നോക്കാം, ജൂണിൽ നോക്കാം അല്ലേ. ജൂണിൽ അവർ വർക്ക് ചെയ്തിട്ടുള്ളത് എത്ര ദിവസമാണ്? 20 days ആണല്ലേ. 1 day അവർക്ക് കിട്ടുന്നത് 600 ആണ്. അപ്പോൾ 20 × 600 അല്ലെങ്കിൽ 600 × 20 ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, 6ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 2 എന്ന് പറയുന്നത് 12 ആണ് അല്ലേ. എത്ര സീറോ ഉണ്ട് അവിടെ? ഇവിടെ ടോട്ടൽ 3 zeros ഉണ്ട്. ആ 3 0 ഒരുമിച്ചിടും. അപ്പോൾ എത്രയായി? 12,000 ആയി. ഇനി ജൂലൈയിൽ നോക്കൂ. ജൂലൈയിലാണെങ്കിൽ അവർ വർക്ക് ചെയ്തിട്ടുള്ളത് 22 days ആണ്. 22 × 600 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് 22 × 6 എന്ന് പറയുന്നത് 132 ആണ്. അതിൻ്റെ കൂടെ 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 13,200 എന്നുള്ളതായി. അപ്പോൾ അത്രയും രൂപയാണ് അവർക്ക് ജൂലൈയിൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ജൂണിൽ കിട്ടിയത് 12,000ഉം അതുപോലെ തന്നെ ജൂലൈയിൽ കിട്ടിയിട്ടുള്ളത് 13,200ഉം ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വണ് മൾട്ടിപ്ലൈ ബൈ 100, 200 ആൻഡ് 300 എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 1 × 100 എന്ന് പറയുന്നത് 100 ആണ്. 2 × 100 200, 3 × 100 300. 5 × 100 എത്രയായിരിക്കും? 1 × 5 എത്രയാണ്? 5 ആണ്. ബാക്കി 00 ഇട്ട് കൊടുക്കുക. സോ 500 ആയി. 8 × 100 എന്ന് പറയുന്നത് 8 ഇട്ട് കൊടുക്കുക. 20 ഇട്ട് കൊടുക്കുക. സോ 800. 10 × 100 എന്ന് പറയുന്നത് 10 × 1 × 1 എത്രയാണ്? 1 × 1 1 ആണല്ലേ. 1 ഇട്ട് കൊടുക്കുക. ബാക്കി എത്ര സീറോസ് ആണ് ഉള്ളത്? 3 zeros ആണ്. സോ 1000 എന്ന് വരും. നെക്സ്റ്റ് 12 × 100 ആണ്. 12 × 1 എന്ന് പറയുന്നത് 12. 2 zeros ഇട്ട് കൊടുക്കുക. 1200 എന്നായിട്ട് മാറും. 15 × 100 എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ ചെയ്യുക. 1500 എന്നായിട്ട് ആൻസർ മാറും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എത്രയാണ്? 1800 എന്നായിട്ട് മാറും. നെക്സ്റ്റ് 2000 എന്നായിട്ട് മാറും. 100 × 100 എന്ന് പറയുന്നത് 10,000 എന്നായിട്ട് മാറും. ഓക്കെ, ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ട്രിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് 1 × 200 200 ആണ്. 2 × 200 400 ആണ്. 3 × 200 600 ആണ്. 5 × 200 5 × 2 എത്രയാണ്? 10 ആണ്. ബാക്കി 20 കൂടെ ഇട്ട് കൊടുക്കുക. 1000 എന്ന് കിട്ടും. 8 × 200 എന്ന് പറയുന്നത് 1600 എന്നുള്ളതാണ്. 10 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 2000 ആണ്. നെക്സ്റ്റ് 12 × 200 എന്ന് പറയുന്നത് എത്രയാണ്? 12 × 2 എത്രയാണ്? 24 ആണ് അല്ലേ. സോ 24 കഴിഞ്ഞാൽ 20 ഇട്ട് കൊടുക്കുക. 2400 എന്ന് കിട്ടും. 15 × 200 എന്ന് പറയുന്നത് 3000 ആയിട്ട് വരും. 18 × 200 എന്ന് പറയുന്നത് എത്രയാണ്? 3600 എന്ന് വരും. നെക്സ്റ്റ് 20 × 200 എന്ന് പറയുന്നത് 4000 എന്ന് വരും. 10 × 200 എന്ന് പറയുന്നത് 20,000 എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് 1 × 300 ആണ്. 1 × 300 300 ആണ്. 2 × 300 600 ആണ്. 3 × 300 900 ആണ്. 5 × 3 5 × 3 എത്രയാണ്? 50 ആണ്. സോ 20 ഇട്ട് കൊടുക്കുക. 1500 എന്ന് വരും. 8 × 300 എന്ന് പറയുന്നത് 2400 എന്ന് വരും. 10 × 300 എന്ന് പറയുന്നത് 30,000 എന്ന് വരും. ഓക്കെ, 3000 എന്ന് വരും. നെക്സ്റ്റ് 12 × 300 ആണ്. 3600 എന്ന് വരും. 15 × 300 എന്ന് പറയുന്നത് എത്രയാണ്? 4500 എന്ന് വരും. 18 × 300 എന്ന് പറയുന്നത് 5400 എന്ന് വരും. 20 × 300 എന്ന് പറയുന്നത് 6000 എന്ന് വരും. 10 × 300 എന്ന് പറയുന്നത് 30,000 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളിത് എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് റൈറ്റ് ദ ഈസി വേ ടു മൾട്ടിപ്ലൈ ബൈ 10, 100, 200 ആൻഡ് 300 ഇൻ യുവർ നോട്ട് ബുക്ക്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ മൾട്ടിപ്ലൈ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ബുക്കിൽ 200, 100, 300 എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോകാം. നെക്സ്റ്റ് വൺ പേജ് നമ്പർ 117 ആണ്. സ്റ്റഡി ട്രിപ്പിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്.
40 children of class 4, 3 teachers and 2 parents went to Game City. 40 കുട്ടികളും 3 ടീച്ചേഴ്സും അതുപോലെ 2 പാരൻസും കൂടി ഗെയിം സിറ്റി കാണാൻ വേണ്ടി പോവുകയാണ്. അവിടെ ടിക്കറ്റ് ആർ 100 rupees ഫോർ അഡൽട്ട്സ്, 50 rupees ഫോർ ചിൽഡ്രൻ. ഹൗ മച്ച് ഷുഡ് ദേ പേ? അപ്പോൾ അവിടെ 100 രൂപ അഡൽട്ട്സിനും അതുപോലെ തന്നെ 50 രൂപ കുട്ടികൾക്കുമാണ്. അപ്പോൾ എത്ര രൂപ വേണ്ടി വരും എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ അഡൽട്ട്സ് എത്ര പേരാണ്? അഡൽട്ട്സ് എത്രയാണ്? 3 ടീച്ചേഴ്സും 2 പാരൻസും അല്ലേ, 5 മെമ്പേഴ്സാണുള്ളത്. സോ ചിൽഡ്രൻ എത്ര പേരാണ്? ചിൽഡ്രൻ ഈക്വൽ ടു 40. സോ ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ആദ്യം അഡൽട്ട്സിൻ്റെ നോക്കുക. 5 × 100 ഈക്വൽ ടു 500. ദെൻ 14 × 50. 4 × 5 എത്രയാണ്? 20 ആണ്. ബാക്കി 2 0 ഇട്ട് കൊടുക്കുക. സോ എത്രയായി? 2000 ആയിട്ട് മാറി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 2000 + 500, 2500 എന്ന് ഉത്തരമായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, 2500. ഇനി ഇത് എങ്ങനെ വേറെ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും? ഇതിന് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കുട്ടികളുടെ, അധ്യാപകരുടെ, മുതിർന്നവരുടെ പറഞ്ഞ് സെപ്പറേറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ഫൈൻഡ് ചെയ്യാമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഇതിന് താഴെയായിട്ടുണ്ട് എനിത്തിങ് സ്പെഷ്യൽ അബൌട്ട് ദ പ്രൊഡക്ട്സ്, റൈറ്റ് വാട്ട് യു ഫൗണ്ട്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്പെഷ്യൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. 1 × 96 എന്ന് പറയുന്നത് എത്രയാണ്? 96 ആണ്. ദെൻ 2 × 48 എന്ന് പറയുന്നത് 96 ആണ്. 4 × 24 എന്ന് പറയുന്നത് 96 ആണ്. 8 × 12 എന്ന് പറയുന്നത് 96 ആണ്. 16 × 6 എന്ന് പറയുന്നത് 96 ആണ്. 32 × 3 എന്ന് പറയുന്നത് 96 ആണ്. ഇവിടെ എന്താണ് കൂട്ടുകാരെ? ഇവിടെ ഈ 1 2 3 1 2 4 8 16 32 എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെയാണ്? 96ൻ്റെ ടേബിൾസ് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു വാൾ കൺസ്ട്രക്ഷനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അത് നോക്കാം. സി ഹൗ ബ്രിക്സ് ഫോർ കൺസ്ട്രക്റ്റിംഗ് എ വാൾ ആർ സ്റ്റേക്ഡ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ മതിൽ വെട്ടാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിൽ നിന്നും കല്ല് അടുക്കി വെച്ചതാണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത്. 3 rows with 5 bricks in each layer and there are 4 such layers. How many bricks in all എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? ഒരു വരിയിൽ 5 വീതം കല്ല് 3 വരിയിലായിട്ടുണ്ട്. അതുപോലെ 4 അടുക്ക് കല്ലുകളാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എത്ര കല്ലുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കല്ല് എത്രയാണ്? ഇൻ 1 row bricks in 1 row എത്രയാണ്? 5 ആണല്ലേ. ദെൻ ഇനി 3 rows 3 റോസിൽ വരുമ്പോൾ എത്ര എണ്ണം വരും? 3 × 5 എത്രയാണ്? 15 വരും അല്ലേ. ഇനി ഒരു അടുക്കിൽ ഇൻ 1 ലെയർ 1 ലെയറിൽ എത്രയാണ് വരുന്നത്? നമ്മൾ പറഞ്ഞു 15 ആണ് ഒരു ഇതിൽ വരുന്നത് അല്ലേ. അപ്പോൾ ഒരു 15 സ്റ്റോൺസ് ആണ് അവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 4 ലെയേഴ്സിൽ എത്ര വരും? 4 ലെയേഴ്സ് ഈക്വൽ ടു 15 × 4 എത്രയാണ്? 60. അപ്പോൾ 60 ബ്രിക്സ് ആണ് അവിടെ അതിൽ വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ എഴുതാമായിരുന്നു അല്ലേ. എങ്ങനെയാണ്? നമുക്കറിയാം 5 rows ആണുള്ളത്. ഒരു 5 bricks ആണുള്ളത്. 3 rows ആണുള്ളത്. അതുപോലെ തന്നെ പിന്നെന്താണ് അവിടെ കാണിച്ചിട്ടുള്ളത്? എത്ര ലെയറാണ് അവിടെ ഉള്ളത് ഫ്രണ്ട്സേ? 4 ലെയേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 5 × 3 15, 15 × 4 എന്ന് പറയുന്നത് 16 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തു നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്സ് എന്നുള്ളതാണ്. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ഡിജിറ്റ്സ് ഓഫ് ദ നമ്പർ 1 2 3. 1 2 3 എന്ന് പറയുന്ന ഡിജിറ്റ്സിലെ എന്ത് നോക്കാനാണ്? അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റ് പ്രൊഡക്റ്റ് നോക്കാനാണ് അല്ലേ. 1 × 2 എന്ന് പറയുന്നത് 2 ആണ്. 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. ഇനി വാട്ട് അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ്
ഓഫ് 121. 121 പ്രൊഡക്റ്റ് എത്രയാണ്? 1 × 2 × 1 എന്ന് പറയുന്നത് 2 തന്നെയാണ് അല്ലേ? സോ അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് can you find 3 digit numbers with the product of the digit 2, 3, 5 and 7. ഇതിൻ്റെയൊക്കെ പ്രൊഡക്ട്സ് നോക്കാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിൽ നോക്കാം. ഒന്ന് നമുക്കറിയാം 1 × 2 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ് അല്ലേ? ഇനി 3 ആണെങ്കിൽ 1 × 3 × 1 എന്ന് പറയുന്നത് 3 ആണ്. 1 × 5 × 1 എന്ന് പറയുന്നത് 5 ആണ്. സോ 1 × 7 × 1 എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമുക്ക് എന്താ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്? ഈ ഏത് നമ്പർ എടുത്താലും അതിൻ്റെ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടാറുള്ളത് എന്ന് നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് വണ് ടു ദ ബാങ്ക് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. മിത്രാസ് മദർ വെൻ ടു ദ ബാങ്ക് ടു വിഡ്രോ സം മണി. മിത്രയുടെ അമ്മ പണം പിൻവലിക്കാൻ വേണ്ടി ബാങ്കിലേക്ക് പോയി. ഷീ ഗോട്ട് 3 ബണ്ടിൽസ് ഓഫ് 50 rupees നോട്ട് ഈച്ച് വിത്ത് 100 നോട്ട്സ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്തു? 3 കെട്ട് നോട്ടാണ് കിട്ടിയത്, 50 രൂപയുടെ. ഓരോ കെട്ടിലും 100 നോട്ട് വീതമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് മണി ഇൻ ഓൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം അല്ലേ? ആദ്യത്തെ ബണ്ടിൽ എത്രയാണെന്ന് നോക്കാം. 3 ബണ്ടിലാണ് കിട്ടിയിട്ടുള്ളത്. 1 ബണ്ടിൽ എത്ര ഉണ്ടായിരിക്കും? 50 ആണുള്ളത്. 100ൻ്റെ നോട്ട് 100 നോട്ടുകളാണുള്ളത് അല്ലേ? 50ൻ്റെ 100 നോട്ടുകൾ. അപ്പോൾ എത്രയായി? 50 × 100 എന്ന് പറയുന്നത് 5 × 1 എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. എത്ര സീറോ ഉള്ളത്? 3 zeros. സോ 5000 എന്ന് കിട്ടും. ഇനി 3 ബണ്ടിൽസ് ആണ് അടുത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. 3 ബണ്ടിൽസ് എത്ര വരും? അപ്പോൾ നമുക്കറിയാം ഒരു ബണ്ടിൽ 5000 ആണ്. അപ്പോൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടും? 15,000 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഇതല്ലാതെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ആദ്യത്തെ 50യുടെ 100 അല്ലേ? ആദ്യത്തെ എത്ര ഉണ്ടായിരിക്കും? 50 × 100 എത്ര ഉണ്ടായിരിക്കും? 5000 ഉണ്ടായിരിക്കും. രണ്ടാമത്തേതിലും 5000 ഉണ്ടായിരിക്കും. മൂന്നാമത്തേതിലും എന്തുണ്ടായിരിക്കും? 5000 ഉണ്ടായിരിക്കും. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്യാം? ഈ 3 5000ഉം കൂടെ കൂട്ടി നോക്കുക. 5000 + 5000 + 5000 അപ്പോഴും എത്ര കിട്ടും? 50,000 എന്നുള്ളത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. 15,000. അപ്പോൾ എങ്ങനെ പോയാലും ഉത്തരം നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മതി. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. ഇനി അടുത്തത് മാത്ത് മാഗസിനെ കുറിച്ചിട്ടാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സീ ദ നമ്പർ പാറ്റേൺ ശ്രവ്യ മെയ്ഡ് ഫോർ ദ മാത്ത് മാഗസിൻ. വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ്? ഇവിടെ മാത്ത് മാഗസിന് ശ്രവ്യ തയ്യാറാക്കിയ ഒരു ടേബിൾ നമ്പർ പാറ്റേൺ ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത നോക്കാനാണ് പറയുന്നത്. എന്താണ് പ്രത്യേകത? ഇവിടെ നോക്കൂ. 1 എന്ന് പറയുന്നത് 1 × 1 ആണ് അല്ലേ? നെക്സ്റ്റ് 1 + 3 എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അതെന്താണ്? 2 × 2 ആണ്. 1 + 3 + 5 എന്ന് പറയുന്നത് എന്തൊക്കെ നമ്പറാണിത്? 1, 3, 5 എന്നൊക്കെ പറയുന്നത് എന്ത് നമ്പറാണ്? ഒറ്റ സംഖ്യകളാണ് അല്ലേ? അപ്പോൾ ആ ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 9 ആണ്. അതാണ് അടുത്ത സംഖ്യയായിട്ടുള്ള 3 × 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1 + 3 + 5 + 7 എന്ന് പറയുന്നത് 16 ആണ്. 16 എന്ന് പറയുന്നത് 4 × 4 ആണ്. അപ്പോൾ അടുത്ത വരി എന്തായിരിക്കും? അടുത്ത വരി എന്ന് പറയുന്നത് 1 + 3 + 5 + 7 + 9 എത്രയാണ്? 25 ആണല്ലേ? 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. നെക്സ്റ്റ് 1 + 3 + 5 + 7 + 9 + 9 കഴിഞ്ഞാൽ അടുത്ത ഒറ്റ സംഖ്യ 11 ആണ്. അത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 × 6 ആണ്. നെക്സ്റ്റ് 1 + 3 + 5 + 7 + 9 + 11 + അടുത്തത് 13 ആണ്. 13 എന്ന് പറയുന്നത് 49 ആണ്. അഥവാ 7 × 7 ആണ്. നെക്സ്റ്റ് 1 + 3 + 5 + 7 + 9 + 11 + 13 + 15 = എത്ര കിട്ടും? 64 ആണ്. 64 എന്ന് പറയുന്നത് 8 × 8 ആണ്. അങ്ങനെയാണെങ്കിൽ 1 + 3 + 5 + 7 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 19 വരെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ 13 എഴുതിയപ്പോൾ 15 വന്നു. അപ്പോൾ 19 എഴുതുമ്പോൾ എന്ത് വരും? 100 എന്നുള്ളത് ആൻസറായിട്ട് കിട്ടും. അഥവാ 10 × 10 എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് 99 എന്ന് പറയുമ്പോൾ 2500 എന്നുള്ളതാണ് വരിക. സോ അതിൻ്റെ ആൻസറായിട്ട് വരുന്ന എത്രയാണ്? 5450 എന്നുള്ളത് വരും.
നെക്സ്റ്റ് വൺ നോക്കൂ, ഇവിടെ ഇരട്ട സംഖ്യയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. 2 എന്ന് പറയുന്നത് 1 ഇൻറ്റു 2 ആണ്. 2 പ്ലസ് 4 എന്ന് പറയുന്നത് 6 ആണ്, അഥവാ 2 ഇൻറ്റു 3 ആണ്. നെക്സ്റ്റ് വൺ 2 പ്ലസ് 4 പ്ലസ് 6 എന്ന് പറയുന്നത് 12 ആണ്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 12 എന്ന് പറയുന്നത് 3 ഇൻറ്റു 4 ആണ്. അതുപോലെ തന്നെ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 എന്ന് പറയുന്നത് 20 ആണ്, അഥവാ 4 ഇൻറ്റു 5 ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്ത് വരും? 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8. അത് കഴിഞ്ഞാൽ അടുത്ത ഇരട്ട സംഖ്യ ഏതാണ്? 10 ആണല്ലേ, 10. അപ്പോൾ എത്രയാണ് ഈക്വൽ വരിക? 30 എന്ന് വരും. 30 എന്ന് പറയുന്നത് 5 ഇൻറ്റു 6 ആണ്. അതുപോലെ തന്നെ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 12 എന്ന് പറയുന്നത് 42 എന്ന് വരും. അതെന്ന് പറയുന്നത് 6 ഇൻറ്റു 7 ആണ്. നെക്സ്റ്റ് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 12 കഴിഞ്ഞാൽ 14. എത്ര കിട്ടും? 56 എന്ന് കിട്ടും. ഈക്വൽ ടു 7 ഇൻറ്റു 8 ആണ്. നെക്സ്റ്റ് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 8 പ്ലസ് 12 പ്ലസ് 14 പ്ലസ് 16 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 72 ആയിരിക്കും. 72 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 9 ആണ്. ഇനി ഇവിടെ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എന്ന് പറഞ്ഞാൽ 20 വരെ വരികയാണെങ്കിൽ എത്രയാണ്? 110 എന്നുള്ളതാണ് വരിക. 110 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഇൻറ്റു 11 ആണ്. 10 ഇൻറ്റു 11. ഇനി 100 വരെ വരുമ്പോൾ എത്രയായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. 100 വരെ വരുമ്പോൾ അവിടെ 2550 എന്നുള്ളതാണ് വരിക. അവിടെ 50 ഇൻറ്റു 50 എന്നുള്ളത് വരും. ഓക്കെ, 50 ഇൻറ്റു 50 എന്നുള്ളത് വരും. ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പാഠഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? ഇതിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കാനുള്ളത്. അത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എ വാൾ ഈസ് ബീങ് ബിൽറ്റ് അറൗണ്ട് ഐനിമല സ്കൂൾ. എന്താണ്? ഐനിമല സ്കൂളിന് ചുറ്റും അതിൽ കെട്ടുകയാണ്. 3 masons and 2 helpers finished the job in 8 days. അപ്പോൾ അവരെന്താണ്? 3 പണിക്കാരും മെയ്സൺസ് കൽപ്പണിക്കാരും 2 സഹായികളും ചേർന്ന് 8 ദിവസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈച്ച് മെയ്സൺസ് വാർ പെയ്ഡ് 1000 rupees ആൻഡ് ഈച്ച് ഹെൽപ്പർ 800 rupees പെർ ഡേ. അപ്പോൾ ഈ കൽപ്പണിക്കാർക്ക് ഒരു ദിവസം 1000 രൂപയും ഹെൽപ്പേഴ്സിന് 800 രൂപയുമാണ് കൊടുക്കേണ്ടത്. സോ ഹൗ മച്ച് മണി വാസ് പെയ്ഡ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ആകെ എത്ര പൈസ ചിലവായിട്ടുണ്ടാകുമെന്ന് നോക്കണം അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ദിവസം എത്ര രൂപയാണ്? 8 ദിവസമാണുള്ളത്. ഒരു ദിവസം 1000 rupees ഇവർക്ക് ആർക്ക് കൊടുക്കണം? മെയ്സൺസിന് കൊടുക്കണം. ഓക്കെ, മെയ്സൺസ് എത്രയായി? 8000 ആയി അല്ലേ. ഇനി ഹെൽപ്പേഴ്സിനാണെങ്കിലോ, ഹെൽപ്പേഴ്സിന് ഒരു ദിവസം 800 രൂപയാണല്ലേ. അങ്ങനെ 3 days ആണ്, 8 days ആണുള്ളത്. 8 ഇൻറ്റു 800 എന്ന് പറയുന്നത് എത്രയാണ്? 60,500 ആണ്. അപ്പോൾ ടോട്ടൽ എത്രയായിരിക്കും? ടോട്ടൽ ഈക്വൽ ടു 8,000 പ്ലസ് 6,400 എത്ര വരും? 14,400 rupees ടോട്ടൽ അവർക്ക് കൊടുക്കേണ്ട എമൗണ്ട് ആണ്. ഓക്കെ, 14,400 രൂപ അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ദ പ്രൈസ് ഓഫ് 6 pens ഈസ് 50 rupees. 6 പേനയ്ക്ക് എത്ര രൂപയാണ്? 50 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 15 സച്ച് പെൻസ്? അങ്ങനെയാണെങ്കിൽ 15 പേനയ്ക്ക് എത്ര രൂപയാകും എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം 6 പേന അല്ലേ, 15 പേനയാണ്. 6 പേന വാങ്ങിച്ചു, പിന്നെയും 6 പേന വാങ്ങിച്ചു. 6 6 12 പേന, പിന്നെ 3 പേനയും വാങ്ങിച്ചു. ആദ്യത്തെ 6 പേനയ്ക്ക് 50 രൂപ കൊടുത്തു, രണ്ടാമത്തെ 6 പേനയ്ക്ക് 50 രൂപ കൊടുത്തു. പിന്നെ ഉള്ളത് 3 പേനയാണ്. 3 എന്ന് പറയുന്നത് 6ൻ്റെ പകുതിയാണ്. അപ്പോൾ 50ൻ്റെ പകുതിയായി 25 കൊടുത്താൽ മതി. 50 9 100, 25 125 രൂപയാണ് ആകെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, 125 രൂപയാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോയാലോ? റെഡിയാണോ? തേർഡ് വണ്ണാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അല്ലേ. സി ഹൗ ദ നമ്പേഴ്സ് ആർ മൾട്ടിപ്ലൈഡ്. എങ്ങനെയാണ് ഈ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കുക. നൗ ഫിൽ ഇൻ ദ എംപ്റ്റി സർക്കിൾസ്. അതിനുശേഷം എംപ്റ്റി സർക്കിൾസ് എന്ത് ചെയ്യണം? നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു പ്രവർത്തനത്തിലേക്ക് കിടക്കാം. ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ 2 ഈ ഇവിടുത്തെ സംഖ്യ കിട്ടുന്നത്
ഓക്കെ, ഇവിടുത്തെ സംഖ്യ കിട്ടുന്നത് ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇവിടുത്തെ സംഖ്യ കിട്ടുന്നത് ഏതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്? ഇതും കൂടി ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ സംഖ്യ കിട്ടുന്നത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നത് ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ലോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇതനുസരിച്ച് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഇവിടെ ആദ്യത്തേതെന്ന് പറയുന്നത് 6 തന്നിട്ടുണ്ട് അല്ലേ. 6 എന്ന് പറയുന്നത് ഏതൊക്കെ രണ്ട് നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? 2ഉം 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും അല്ലേ, അല്ലെങ്കിൽ 1 × 6 ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഇവിടെയുള്ള നമ്പർ 22 ആണ്. അപ്പോൾ എന്തായാലും ഇവിടെയുള്ള സംഖ്യ എന്ന് പറയുന്നത് 11 ആണ് അല്ലേ, ഇതെന്ന് പറയുന്നത് 11 ആണ്. അപ്പോൾ 11 22 കിട്ടണമെങ്കിൽ ഏത് നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി, ഇത് 2 ആണെന്ന് മനസ്സിലായി. ഓക്കെ, 2 ആണ്, 2. അപ്പോൾ ഇവിടുത്തെ നമ്പർ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 6 കിട്ടണമെങ്കിൽ 2ൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്യണം. 2 × 3 ആണ് 6 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി അല്ലേ. ഇനി അടുത്തത് നമുക്ക് ഇവിടെയുള്ള നമ്പർ നോക്കണം. 3യുടെ കൂടെ 15 കിട്ടണമെങ്കിൽ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്യണം? 5 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. 3 × 5 ആണ് 15 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കൂ, അടുത്തത് 18 കിട്ടണമെങ്കിൽ ഏത് മൾട്ടിപ്ലൈ ചെയ്യണം? 3ൻ്റെ കൂടെ 6 മൾട്ടിപ്ലൈ ചെയ്യണം. 3 × 6 ആണ് 18 എന്ന് പറയുന്നത്. ഇനി ഇവിടെയുള്ള സംഖ്യ നമുക്ക് തന്നിട്ടില്ല അല്ലേ, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. ഇനി അടുത്തത് ഈ സംഖ്യ കിട്ടാൻ നമുക്ക് ഏത് കാണണം? ഇവിടുത്തെ സംഖ്യ കിട്ടാൻ ആകെ ഇത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. 11ൻ്റെ കൂടെ 99 എന്ന് കിട്ടണമെങ്കിൽ ഏത് സംഖ്യ മൾട്ടിപ്ലൈ ചെയ്താലാണ് 99 കിട്ടുക? നമുക്കറിയാം 11ൻ്റെ കൂടെ 9 മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സംഖ്യ 9 ആണ്. അപ്പോൾ ഇനി ഇവിടുത്തെ കിട്ടാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? 3 × 9 ചെയ്താൽ മതി അല്ലേ. 3 × 9 എന്ന് പറയുന്നത് 27 ആണ്. അപ്പോൾ ആ രണ്ടെണ്ണം നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടുത്തെയാണ് നമുക്ക് അടുത്തതായിട്ട് കിട്ടേണ്ടത്. അതെന്ത് ചെയ്താൽ മതി? ഈ 11 × 5 ചെയ്താൽ മതി. 11 × 5 എന്ന് പറയുന്നത് എത്രയാണ്? 55 ആണ്. ഓക്കെ, ഇനി ഇതാണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. അതെന്ത് ചെയ്താൽ മതി? 11 × 6 ചെയ്താൽ മതി. 66 എന്ന് കിട്ടും. അടുത്തത് ഈ കളിയും കംപ്ലീറ്റ് ആയി. അടുത്തത് എന്ന് പറയുന്നത് ഇതാണ് കിട്ടേണ്ടത്. ഇത് കിട്ടാൻ ഇവിടെ ഒരു 14 മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. ഈ 14 എന്ന് പറയുന്നത് 5ൻ്റെ കൂടെ ഏത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 14 കിട്ടുന്നത്? 8 × 5 ആണ് 14 അല്ലേ. അപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 8 ആണ്. 8 × 5 ആണ് 14 എന്ന് പറയുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ 8 × 2 ചെയ്യുക. 8 × 2 എന്ന് പറയുന്നത് 16 ആണ്, 16. ഇനി അടുത്തത് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 8 × 6 എന്ന് പറയുന്നത് എത്രയാണ്? 48 ആണ്, 48. ഇനി അടുത്തത് ഇതാണ് 8 × 9 എന്ന് പറയുന്നത് 72 ആണ്. 8 × 9 72. ഇനി നെക്സ്റ്റ് വൺ ഇത് കണ്ടുപിടിക്കണം അല്ലേ. ഇത് കണ്ടുപിടിക്കാൻ ഇവിടെ 42 മാത്രമേ ഉള്ളൂ. 42 എന്ന് പറയുന്നത് 6ൻ്റെ ഏതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 42 കിട്ടുക? 7 × 6 ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ സംഖ്യ 7 ആണ്. 7 × 6 ആണ് 42 എന്ന് പറയുന്നത്. ഇനി ഈ ഇത് കിട്ടണമെങ്കിൽ 7 × 2 എന്ന് പറയുന്നത് എത്രയാണ്? 14. ഇനി അടുത്തത് 7 × 5 എന്ന് പറയുന്നത് 35. 7 × 9 എന്ന് പറയുന്നത് 63. അപ്പോൾ നമുക്ക് എല്ലാ നമ്പേഴ്സും കിട്ടി. അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങൾ ഓരോ നമ്പേഴ്സും എന്ത് കണ്ടുപിടിക്കാൻ, അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ കണ്ടുപിടിച്ച് എഴുതാൻ. ഇനി അടുത്തത് നമുക്ക് 4th വൺ, റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ് 1 2 3 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. അഥവാ 1 2 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ഡിജിറ്റ് ആവർത്തിക്കാതെ ഉള്ള 2 അക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ഏതെഴുതാം? ആദ്യം നമുക്ക് 12 എഴുതാം അല്ലേ. 12, 13, 21, 23, 31, 32. ഇത്രയും നമ്പേഴ്സ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ്, 32 വരെ. ഇനി നെക്സ്റ്റ് വണ്, റൈറ്റ് 2 ഡിജിറ്റ് നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ് 1 2 3 4 വിത്തൗട്ട് റിപ്പീറ്റേഷൻ. ഇതേപോലെ തന്നെ റിപ്പീറ്റേഷൻ ഇല്ലാതെ എഴുതാനാണ്. പക്ഷേ ഇവിടെ 4 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ 4 ഡിജിറ്റ്സ് വെച്ചുകൊണ്ട് ഏതൊക്കെ നമുക്ക് 2 എഴുതാൻ വേണ്ടി പറ്റും? ഒന്ന് നമ്മൾ എഴുതിയ പോലെ 12, 13, 14, 21, 23, 24, 31, 32, 34, 41, 42, 43. ഇത്രയും നമ്പേഴ്സ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്.
ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഒരു പസിലും കൂടെ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇൻവെസ്റ്റിഗേഷൻ ആണ്. ടേക്ക് എനി നമ്പർ ആൻഡ് മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 9. ഏതെങ്കിലും ഒരു സംഖ്യ എടുത്തിട്ട് അത് 9ഉമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. Add the digits of the product. If the sum has more one digit, add the digits again. Continue till you get a single digit. What its final sum? Do this by taking any other numbers. അപ്പോൾ ഇവിടെ ആ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, നിങ്ങൾ പരസ്പരം ആഡ് ചെയ്യണം, ഡിജിറ്റ് വെച്ചിട്ട് ആഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കുക. മറ്റേത് സംഖ്യ എടുത്തിട്ട് 9 കൊണ്ട് ഗുണിച്ചാലും ഇതേപോലെ തന്നെയാണ് കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 1 എന്നുള്ള നമ്പർ എടുക്കാം. 1നെ 9 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 9 ആണ്. ഇതിനെ ആഡ് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുക, ഇതിൻ്റെ ആൻസർ 9 തന്നെയാണ്, വേറെ ഒന്നും നമുക്ക് ആഡ് ചെയ്യാനില്ല അല്ലേ. ഇനി അടുത്തത് 2 × 9 എന്ന് പറയുന്നത് എത്രയാണ്, 18. ഇവിടെ 8ഉം 1ഉം ഉണ്ട് അല്ലേ, 8ഉം 1ഉം എത്രയാണ്, 9 ആണ്. ഇനി അടുത്തത് നോക്കൂ, 10 × 9 എന്ന് പറയുന്നത് 90 ആണ്. ഇവിടെ 2 ഡിജിറ്റ് ഉണ്ട്, ഏതൊക്കെയാണ്, 9 + 0 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 9 തന്നെയാണ് അല്ലേ. അതുപോലെ തന്നെ 9 × 9 എത്രയാണ്, 81 ആണ്. ഇത് ആഡ് ചെയ്ത് നോക്കൂ, 8 + 1 എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ ഇതിൽ ഏതുകൊണ്ട് ആഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിലെ ഡിജിറ്റ് തമ്മിലുള്ള സം എന്ന് പറയുന്നത് 9 ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് മെഷറിംഗ് ലെങ്ത്സ് ആണ്. നമുക്ക് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.